നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആദ്യത്തെ ടോപ്പിക്ക് പോവേർട്ടി ടു പ്രോസ്പെരിറ്റി എന്നതായിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് പ്രോസ്പെരിറ്റി എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഒരു തലവാചകം എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റിയിൽ നിന്ന് ഒരു പർപ്പസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ എന്തായിരിക്കും പർപ്പസ് എന്ന് പറഞ്ഞാൽ? ഒരു ഉദ്ദേശമാണ്, ഒരു പ്രത്യേകമായ ലക്ഷ്യമാണ്, ഒരു പ്രത്യേകമായ അനുഭവമാണ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുക, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്? ഒരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും ഇന്ന് രാത്രികാലം ഈ ഒരു ക്ലാസ്സിൽ ആയിരിക്കുന്നത്. നമ്മുടെ ടോപ്പിക് അതാണ്, പ്രോസ്പെരിറ്റിയിൽ നിന്ന് പർപ്പസിലോട്ട്. ഇനി ഇങ്ങനെ ഈ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോവുക. ഞാൻ ഈ ടോപ്പിക്കിലോട്ട് നിന്ന് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ ഒരു കാര്യത്തിൽ നിന്ന് ചില ആളുകളുടെ ചെറിയൊരു സംശയം കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു സംശയം ഇങ്ങനെയായിരിക്കും: കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യുക? അല്ലേ? നമ്മൾ പലപ്പോഴും ചോദിക്കുന്നുണ്ടാകും, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതിൻ്റെ ഒരു ബിബ്ലിക്കലായിട്ടൊരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഈ ടോപ്പിക്കിലോട്ട് ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് കൊടുക്കണം എന്ന് തന്നെയാണ് എന്ത് പറയുന്നത്? ബൈബിള് പറയുന്നത്. പക്ഷെ അതിന് ചില വ്യവസ്ഥകളുണ്ട്. നമുക്കൊരു വാക്യം ഒന്ന് വായിച്ചു തുടങ്ങാം. സങ്കീർത്തനം 37-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. സങ്കീർത്തനം 37-21. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമായത്. പക്ഷെ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നൊരു കാര്യം എന്തോ പറയുന്നത്? അവിടെ പറയുവാണ്, ദുഷ്ടൻ വായ്പ വാങ്ങും പക്ഷെ തിരികെ കൊടുക്കുന്നില്ല. അപ്പോൾ തിരികെ കൊടുക്കാതെ വരുന്ന എല്ലാവരും ദുഷ്ടന്മാരാണ് എന്നൊരർത്ഥമല്ല. പക്ഷേ അവിടെ വായ്പ വാങ്ങിയിട്ടും അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരിലാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എല്ലാവരുടെയും സാഹചര്യം എന്താണ് പ്രിയമുള്ളവരെ? വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഞാൻ ആ ഒരു കാര്യത്തിൽ ഒന്ന് അവിടെ നിർത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകട്ടെ. കടം നമുക്ക് എങ്ങനെ തിരിച്ചു വാങ്ങാൻ പറ്റുമോ? നമ്മൾ അവരോട് ചോദിക്കണം. നമ്മൾ ചോദിക്കുമ്പോൾ അവരെന്ത് പറയും? അടുത്ത ആഴ്ച തരാമെന്ന് പറയും, അല്ലെങ്കിൽ അടുത്ത മാസം തരാമെന്ന് പറയും. അടുത്ത മാസം നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ ഫോണ് എടുക്കത്തില്ല, അവർ നമ്മുടെ ചാറ്റ് കാണത്തില്ല. അങ്ങനെ അനുഭവമുള്ളവർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ബിബ്ലിക്കലി ഒരു ഉത്തരം പറഞ്ഞ് വളരെ വേഗം ഈ ടോപ്പിക്കിലൂടെ ഞാൻ കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ അവരോട് മാന്യമായ രീതിയിൽ ചോദിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവരോട് പറയുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വ്യക്തിക്ക് കടമായി കൊടുത്തതല്ല, അതൊരു സമ്മാനമായിട്ട് കൊടുത്തതാണെങ്കിൽ, അത് നമ്മളൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണെങ്കിൽ അത് തിരിച്ചു ചോദിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ അത് തിരിച്ചു ചോദിക്കുവാൻ നമുക്ക് എന്തില്ല? റൈറ്റ് ഇല്ല. എന്നാൽ അതേ സമയത്ത് നമ്മൾ കടമായിട്ട് നമ്മളോടൊരു ഡേറ്റ് പറഞ്ഞിട്ടാണ് എങ്കിൽ ബിബ്ലിക്കലി എന്തുണ്ട്? അതിന് വളരെ സാധ്യതയുണ്ട് എന്നൊരു കാര്യമാണ് പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ സ്റ്റാർട്ടിങ് ഒന്ന് വളരെ വേഗത്തിൽ പോകുകയാണ്. പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ബൈബിളിൽ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കരുതെന്ന് എവിടെയും പറയുന്നില്ല. ഒന്ന് രണ്ട് ഉദാഹരണം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരട്ടെ. നമ്മുടെ ഈ ഭാഗം അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. പക്ഷേ ചില പ്രിയമുള്ളവരുടെ ഡൗട്ട് കൂടെ ആയതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എലീശയുടെ അടുത്തോട്ട് ആ വിധവയായ സഹോദരി വരികയാണ്. 2 രാജാക്കന്മാരിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എലീശ അവളോട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുവാണ്, അവിടെ ഇങ്ങനൊരു കാര്യം പറയുവാണ്, നീ എന്ത് ചെയ്യുക? ഈ എണ്ണ വിറ്റിട്ട് നിന്റെ കടം തീർക്കണം. അപ്പോൾ ബിബ്ലിക്കലുള്ള ഒരു പ്രിൻസിപ്പിൾ എന്തുവാ? കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. പ്രിയമുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു തംസപ്പ് കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കാം. അവിടെ ആ ഒരു കാര്യം ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ആ കടം വാങ്ങിയ കാര്യം അവിടെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും പഠിപ്പിക്കുന്ന കാര്യം എന്തുവാണ്? കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ പത്രോസും കർത്താവും കൂടി ഇരിക്കുന്ന ഒരു സമയത്ത് അവിടെ ടാക്സ് വാങ്ങുവാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ വന്നു. ആ സമയത്ത് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. പത്രോസിനോട് പറയുവാണ്, നീ പോയിട്ടൊരു മീൻ പിടിച്ച് ആ മീനിൻ്റെ വായിൽ നിന്ന് ഒരു ചതുർദ്രഹ്മ പണം കിട്ടും, അത് കൊടുക്കണം. അപ്പോൾ കർത്താവും അവിടെ എന്ത് പറയുന്നില്ല? അത് ടാക്സ് ആണെങ്കിലും കർത്താവ് പറയുന്നില്ല, ഞാൻ തരത്തില്ല എന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ പണത്തിന് ദൈവവും എന്ത് കൊടുക്കുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഏറ്റവും ഒരു കൺക്ലൂഡിംഗ് ആയിട്ട് ആ ഒരു കാര്യം പറഞ്ഞ് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കട്ടെ. നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആവർത്തന പുസ്തകം
15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഇത് കടം വാങ്ങുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. അവിടെ 7 ആണ്ട് കൂടുമ്പോൾ നീ ഒരു വിമോചനം ആയിരിക്കണം. വിമോചനത്തിൻ്റെ ക്രമം എന്തെന്നാൽ കൂട്ടുകാരന് വായ്പ കൊടുത്തവനെല്ലാം അത് ഇളച്ച് കൊടുക്കണം. പക്ഷേ വിഷയം അതല്ല. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ വാക്യം കണ്ടോ, നീ കൂട്ടുകാരനെയോ സഹോദരനെയോ ബുദ്ധിമുട്ടിക്കരുത്. നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷെ അടുത്തൊരു വാക്ക് കണ്ടോ, അന്യജാതിക്കാരനോട് നിനക്ക് മുട്ടിച്ച് പിരിക്കാം എന്ന് പറഞ്ഞാൽ കടം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കടം വാങ്ങുവാൻ നമുക്ക് എന്തുണ്ട്? റൈറ്റ് ഉണ്ട്. അവിടെ അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ അതിൻ്റെ താഴോട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുവാണ്, നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. അപ്പോൾ വചനം എന്ത് പറയുന്നുണ്ട്? വായ്പ കൊടുക്കണം, പക്ഷെ അത് തിരിച്ച് കിട്ടുവാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചിന്ത, ഈ ഒരു ചിന്തയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളിനി മുന്നോട്ടേക്ക് കടന്നു പോകുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് എന്തുകൊണ്ടായിരിക്കും നമ്മൾ കടം കൊടുത്തിട്ട് നമുക്ക് കിട്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും നമുക്ക് കടം വാങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നത്? ഈ പോയിന്റുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇനി നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകുന്നത്. ആ ഒരു ഭാഗം നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കും. പക്ഷേ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുക. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ഇനി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ മാനേജ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ ആദ്യത്തെ മാനേജറെ കുറിച്ചോ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ലോകത്തിലെ ആദ്യത്തെ മാനേജ്മെൻറ്റ് ഏതാണെന്നുള്ളതിന്? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. ഏതായിരിക്കും ലോകത്തിലെ ആദ്യത്തെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? ആരും മ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോയിക്കോട്ടെ. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ആദ്യം മനസ്സിലാക്കണം എന്താ മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യം, അല്ലേ? ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കിയാൽ ഇത് ഈ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാകുള്ളൂ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാനേജ്മെൻറ്റ്, ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ച് മലയാളത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫോർട്ട് ഓഫ് അതർ പീപ്പിൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ മറ്റൊരാളിലൂടെ കാര്യങ്ങളെ നടത്തുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നടത്തുക. നമ്മുടെ ചർച്ച് തന്നെ നമ്മൾ ജസ്റ്റ് നടക്കുക. നമ്മുടെ ചർച്ചിനകത്ത് പാസ്റ്ററുണ്ട്, ചർച്ചിനകത്ത് യൂത്ത് ടീമുണ്ട്, സൺഡേ സ്കൂളുണ്ട്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ എല്ലാ കാര്യവും ഒരാളല്ല ചെയ്യുന്നത്. എല്ലാ കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് പല പല ആളുകളുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റൊരാളിലൂടെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുക. അപ്പോൾ മറ്റൊരാളിലൂടെ ചെയ്യുന്ന കാര്യം മാനേജ്മെൻ്റ് ആകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ചിലതിൻ്റെ മാനേജേഴ്സായിട്ട് ഇരിക്കേണ്ട ആളുകളല്ലേ? ജോലിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ആത്മീക കാര്യത്തിനകത്തും ചിലതിനൊക്കെ ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ആ സ്ഥാനത്ത് തന്നെയാണോ നമ്മളിപ്പോൾ ഉള്ളത്? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിക്കേ. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ കോറായിട്ടുള്ള അടുത്തൊരു തലത്തിലോട്ട് പോകുന്നത്. നമുക്ക് കാണാൻ പറ്റും ബൈബിളിലെ ആദ്യത്തെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകും. ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് വായിച്ച് സഹായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാമോ? യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. മതി, ഇത് നമുക്ക് അറിയുന്ന ഒരു ഭാഗമാണ് അല്ലേ? അവിടെ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് പറയാം, ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവരെന്ത് ചെയ്തു? ഒരു പുതിയൊരു ജോലിയിലോട്ട് പ്രവേശിച്ചു. വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ആളുകളൊക്കെ ക്യൂ നിന്ന് ആ ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ട് നമ്മുടെ ആദാം അപ്പച്ചൻ എന്ത് ചെയ്യുമോ? ഇപ്പോൾ ആ ഓഫീസിൻ്റെ അടുക്കലോട്ട് പോയി. ഓഫീസിൻ്റെ അടുക്കലോട്ട് പോയപ്പോൾ ഏത് മാനേജ്മെൻറ്റിലാണെങ്കിലും ജോലി ചെയ്യുന്നവർക്കറിയാം, ആ ജോലിക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് നീ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നൊരു കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് പറയും. ഇതേപോലെ അവിടെ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. 2 വാക്ക്. ആ വാക്കിലൂടെയാണ് ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഒന്ന് എന്തുവാ പ്രിയമുള്ളവരെ? വേല ചെയ്യണം. 2 എന്തുവാ?
കാക്കണം. നമുക്ക് വേല ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു മടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ വേലയൊക്കെ ചെയ്താലേ നമുക്ക് വല്ലതും കിട്ടുകയുള്ളോ, അല്ലേ? അപ്പോൾ ചിലർക്കൊരു ആഗ്രഹമുണ്ട്, പണിയൊന്നും ചെയ്തില്ലേൽ എന്ത് കിട്ടണം? അനുഗ്രഹം കിട്ടണം. ഞാൻ അവിടെ ഒരു ആത്മീകമായൊരു മർമ്മം ഒന്ന് കൈമാറട്ടെ. പണി ചെയ്യാതെ അനുഗ്രഹം കിട്ടത്തില്ല. പണി ചെയ്യാതെ അനുഗ്രഹം കിട്ടുമെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സദൃശ്യവാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, മടിയനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. മടിയ, നീ ഉറുമ്പിൻ്റെ അടുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ പഠിക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ടീനേഴ്സ് ക്ലബിൻ്റെ ഗ്രൂപ്പിലേക്ക് ഇട്ടൊരു കാര്യമാണ്. ഏതെങ്കിലും ഉറുമ്പ് ഡിപ്രഷൻ അടിച്ച് ആത്മഹത്യ ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഉറുമ്പ് ഡിപ്രഷൻ അടിച്ച് ആത്മഹത്യ ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അത് ചെറിയ ഉറുമ്പായിക്കോട്ടെ വലിയ ഉറുമ്പായിക്കോട്ടെ ഏത് ഉറുമ്പാണെങ്കിലും ഈ ഉറുമ്പുകളൊന്നും ഡിപ്രഷൻ അടിച്ചു എന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ മനുഷ്യനാണെങ്കിലോ ഡിപ്രഷൻ അടിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു സൈഡിലാകുന്നു, ഒരു മൂലയിലേക്ക് പോകുന്നു, മറ്റുള്ളവർ മിണ്ടുന്നില്ല. ചോദിച്ചാൽ പറയും ഞാനിപ്പോൾ ഡിപ്രഷനാണ്. നമ്മളൊരു വാക്കുകൂടെ പറയാം, ഐ എം ഡിപ്രസ്ഡ്. നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു ഫീലാണ്, ഞാൻ വല്ലാതെ തകർന്നിരിക്കുക. പക്ഷേ ഉറുമ്പ് പഠിപ്പിക്കുന്ന കാര്യം എന്താ പറയാമോ, അത് നിൽക്കാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഉറുമ്പുകൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയ്യോ എനിക്ക് വയ്യ, ഞാൻ മടുത്തു എന്ന് പറഞ്ഞിട്ട് ഉറുമ്പുകൾ എവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഉറുമ്പ് നിന്നു എന്ന് വിചാരിച്ചോ? നിങ്ങളത് ഇനി ഒന്ന് ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് കാര്യം പഠിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാഷ്റൂമിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടം ഉറുമ്പുകൾ ഇങ്ങനെ ചുമരിൽ കൂടെ പൊക്കോണ്ടിരിക്കുക. ഈ ചുമരിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉറുമ്പ് അവിടെ നിന്നു. അപ്പോൾ ആ സമയത്ത് ഞാനത് വീഡിയോ എടുത്തു കേട്ടോ. ഒരു ഉറുമ്പ് അവിടെ നിന്നു, പക്ഷെ ബാക്കിയുള്ള ഉറുമ്പുകൾ എന്ത് ചെയ്തു? ആ ഉറുമ്പിനെ അടുത്ത് വന്ന് ഇങ്ങനെ തട്ടി അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോൾ ആളെന്ത് ചെയ്തു? ഓണായി. ഉറുമ്പുകൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ 24 മണിക്കൂർ പ്രവർത്തിക്കാനല്ല ഞാൻ പറയുന്നത്. ദൈവം അനുഗ്രഹിക്കണം എന്നൊരു ചിന്ത നമുക്ക് വേണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. ദൈവം അനുഗ്രഹിക്കണം എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മേലുള്ള ആ മാനേജ്മെന്റ് നമ്മൾ മനസ്സിലാക്കണം. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഒന്ന് വേല ചെയ്യണം, രണ്ട് കാക്കണം. നമ്മൾ ഇനി അതിലൂടെ മുന്നോട്ടേക്ക് കടന്നു പോകാൻ കൂടാ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അത് ഞാനൊന്ന് പറയട്ടെ. നമ്മൾ മാനേജേഴ്സ് മാത്രമാണ്, നമ്മൾ ആരല്ല, ഉടമസ്ഥരല്ല. അത് അടുത്ത ആ ഒരു ഫോൾഡറിൽ നമുക്ക് കാണാൻ പറ്റും, വി ആർ നോട്ട് ദ ഓണേഴ്സ്. പക്ഷെ നമ്മുടെയൊക്കെ ചിന്ത എന്തുവാ? ഞാനെന്തോ വലിയ സംഭവമാണ്, കൊള്ളാം, എന്നെ കൊണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് നമ്മളാണ് ദൈവം എന്ന് പോലും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. ചില സമയത്തൊക്കെ നമ്മളങ്ങനെ വിചാരിച്ച് പോകാറുണ്ടല്ലോ. ക്യാമറ അടച്ചു വെച്ചിരിക്കുന്നവരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്കിവിടെ ക്യാമറയുള്ള ചില മുഖങ്ങളിലെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചിലരൊക്കെ നടപ്പും ഇതിപ്പോൾ കണ്ടാൽ കർത്താവ് വന്നാൽ, കർത്താവ് വേണമെങ്കിൽ നമ്മുടെ കൺവെൻഷൻ സ്റ്റേജിൽ തന്നെ നോക്കിയാൽ മതി, അല്ലേ? കർത്താവ് വന്നാൽ ഞാനിങ്ങനെ ചിന്തിക്കുമോ, കർത്താവ് വന്നാൽ അവിടെ കർത്താവിന് ഇരിക്കാൻ ഏത് സീറ്റ് കൊടുക്കും? ഏത് സീറ്റാണ് കൊടുക്കുക? കർത്താവിന് ശരിക്കും പറഞ്ഞാൽ അവിടെ സീറ്റ് ഉണ്ടാകത്തില്ല. അതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഉടമസ്ഥരല്ല, നമ്മൾ മാനേജേഴ്സാണ്. നമ്മുടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുക. എത്ര പേർക്ക് ആ ഒരു ബോധ്യമുണ്ട്? ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഉടമസ്ഥനായ ദൈവം എന്നെ വിളിച്ചേക്കുക, ആ ദൈവം എന്നെ കണ്ടേക്കുക. അതാണ് കൊരിന്ത്യ പുസ്തകത്തിൽ പറയുന്നത്, വളരെ വ്യക്തമായിട്ട് പറയുക, ലോകത്തിൽ ജ്ഞാനമുള്ളതുണ്ട്, ലോകത്തിൽ ബുദ്ധി ഉള്ളതുണ്ട്, പക്ഷെ അവരിൽ നിന്ന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം പ്രിയ ബിജു തങ്കച്ചൻ പാസ്റ്ററുടെ ക്ലാസ് കേട്ട സമയത്ത് ഒരു കാര്യം മനസ്സിലായില്ലേ? 800 കോടി അധികം ആളുകളിൽ നമ്മളെ തിരഞ്ഞെടുത്തു. ഇനി നമ്മളുടെ ഇടയിലൊരു തിരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇനി നമ്മൾ പോട്ടെ, നമ്മുടെ കേരളത്തിലൊരു തിരഞ്ഞെടുപ്പ് വരാൻ പോവുക, അല്ലേ? തിരഞ്ഞെടുക്കാനുള്ള സമയം. പക്ഷേ ഓർത്തോണം, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ ഓരോ ക്ലാസ്സിൻ്റെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും പോലും ഒരു ചിന്ത ഉണ്ടാകുന്നത് ഞാൻ ഉടമസ്ഥനാണെന്ന്. നമ്മുടെ അനുഗ്രഹത്തിനൊരു തടസ്സം അത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തുവാ പ്രിയമുള്ളവരെ? നമ്മൾ ഉടമസ്ഥരല്ല. ഇനി ആ വാക്യത്തിലൂടെ ഒന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുക, ഡീപ്പായിട്ട് ചിന്തിക്കാൻ പോവുക. ദൈവം മനുഷ്യരെ നിയമിച്ചത് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു. ഒന്ന്, തോട്ടത്തെ കാക്കുകയും വേണം, അതുപോലെ വേല ചെയ്യുകയും വേണം. അവിടെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വിളിച്ചേക്കുന്നത്. റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഒരു ചിന്ത എന്തുവാ? ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത്
പയ്യെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പക്ഷെ റിലാക്സിന് വേണ്ടിയിട്ടല്ല, അവിടെ പറയുന്ന ചില വാക്കുകളുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തോ മാനേജ് ചെയ്യേണ്ടത്? ദൈവം ഏൽപ്പിച്ച കാര്യത്തെ മാനേജ് ചെയ്യണം. രണ്ട്, ചിലതിനെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഞാൻ അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കൃഷി ചെയ്യുക, അല്ലെങ്കിൽ നട്ടു വളർത്തുക, നിലമൊരുക്കുക, പരിപോഷിക്കുക, വിളയിറക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കിനെ കുറിച്ചൊന്ന് പറയട്ടെ. ശ്രദ്ധ ചെലുത്തുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ വീട്ടിലോട്ട് ഇന്ന് രാത്രി ഇപ്പോൾ ഒരു കള്ളൻ വരുവാണെന്ന് വിചാരിച്ചോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുവാണേ, നമ്മളിപ്പോൾ ക്ലാസ്സിലാണേ, ഒരു കള്ളൻ ഇപ്പോൾ വരുവാന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്കൊരു സൂചന കിട്ടി, ആൾ വരുന്നുണ്ട്. നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ മിണ്ടാതിരിക്കുമോ? നമുക്കറിയാം കള്ളൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ശ്രദ്ധയുണ്ടാകും. ഏദൻ തോട്ടത്തിൽ ദൈവം ഇവരെ ആക്കി വെച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ചിലത് ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്, ചിലത് ഇതിൽ നിന്ന് നശിക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഞാൻ ആ ഒരു കാര്യത്തെ ഒരു ആത്മീക മർമ്മമായിട്ട് ഇങ്ങനെ ഒരു കാര്യം കൈമാറട്ടെ. നമ്മളായിരിക്കുന്ന സഭ, AG ആയിക്കോട്ടെ, IPC ആയിക്കോട്ടെ, ഷാരോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു ഡിനോമിനേഷൻ ആയിക്കോട്ടെ, നമ്മുടെ സഭയാകുന്ന ഏദൻ തോട്ടത്തിനകത്ത് നിന്ന് ചിലതൊക്കെ മാറിപ്പോയിട്ടില്ലേ? നമ്മുടെ സഭയാകുന്ന ഏദൻ തോട്ടത്തിൽ ചില കാര്യങ്ങൾക്ക് നാശം വന്നിട്ടില്ലേ? ആരെ ഏൽപ്പിച്ചേ? നമ്മുടെ ചിന്ത പാസ്റ്ററെയാന്നാ, പാസ്റ്ററും അമ്മാമ്മയാണ് എന്നാ ചിന്തിച്ചത്. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചേക്കുവാ. അതിൻ്റെ ഒരു കോറായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ചില സാഹചര്യത്തിലൊക്കെ അവർ പോയാൽ പോട്ടെ. ഈ രാത്രികാലം നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഹൃദയത്തോടെ ചോദിക്കാൻ പറ്റുമോ, ഞാൻ കാരണം ആരെങ്കിലും പോയിട്ടുണ്ടോ ആ തോട്ടത്തിൽ നിന്ന്? ഞാനൊരു വാക്ക് പറഞ്ഞാൽ ചിലർ ചിലപ്പോൾ നിൽക്കുമായിരുന്നില്ലേ? അതോ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ, കർത്താവേ അവർ പോയത് നന്നായി? ഏദൻ തോട്ടമാണേ, നമ്മളെ ഏൽപ്പിച്ചതാ, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാ. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ചില ആളുകളെടുത്ത് പറയത്തില്ലേ, ഭയങ്കര ഒന്ന് സൂക്ഷിച്ചോണേ, ഒന്ന് ശ്രദ്ധിച്ചോണേ. എപ്പോഴെങ്കിലും നമുക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ദൈവം ഏൽപ്പിച്ച ചില കാര്യങ്ങളെ നമ്മുടെ കൈ വിട്ടു പോയിട്ടുണ്ടോ? ഭാരപ്പെടണ്ട. പക്ഷേ ഈ രാത്രികാലം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ ചിലത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ചിലത് ഞങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ രാത്രികാലം നമ്മൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കാവോ, കർത്താവേ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് ചിലത് നഷ്ടപ്പെട്ടതിന് ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുക. ഏറ്റവും നല്ലൊരു മാനേജറുടെ ക്വാളിറ്റി എന്താ അറിയാവോ? റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. കർത്താവ് തെറ്റുപറ്റിപ്പോയി. ചുങ്കക്കാരൻ്റെയും പരീക്ഷൻ്റെയും പ്രാർത്ഥന നമുക്ക് അറിയുന്നില്ലേ? പരീക്ഷ വന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ചുങ്കക്കാരൻ പറഞ്ഞു, കർത്താവേ സ്വർഗത്തിലോട്ട് പോയി എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, ഞാൻ പാപിയാണ്. അവ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. അങ്ങനെയെങ്കിലും നമുക്ക് ഇന്ന് രാത്രികാലം ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും കോറായിട്ടൊരു വിഷയത്തിലോട്ട് കടക്കാൻ പോകുന്ന സമയത്ത് ഈ രാത്രികാലം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ ചിലത് കൈവിട്ട് പോയിട്ടുണ്ട്, ചിലതിൽ നാശം വന്നിട്ടുണ്ട്, ചില കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. നമ്മുടെ സഭയ്ക്കകത്ത് ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് വല്ലാത്തൊരു പിരിമുറുക്കത്തിലൂടെ കടന്നു പോവുക. ഒരു പക്ഷേ നമ്മൾ അവർക്കിടുന്നൊരു മെസ്സേജ് അവരെ ജീവിപ്പിക്കും കേട്ടോ. ഒരുപക്ഷെ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നൊരു വാക്യം ജീവിപ്പിക്കും കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. ചിലതിനെ ശ്രദ്ധിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചേക്കുക. നമ്മുടെ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായ വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, കാവൽക്കാര രാത്രി എന്തായി? അപ്പോൾ കാവൽക്കാരൻ ഉറങ്ങുന്ന കാവൽക്കാരനാണെങ്കിലോ, കർത്താവേ രാത്രി എന്തായെന്ന് എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ നല്ല സ്വപ്നം കാണുന്നുണ്ട്. കാവൽക്കാരെ വെച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? കാവൽക്കാർ സത്യസന്ധമായിട്ട് നിൽക്കൂ എന്ന് ചിന്തിച്ചിട്ടാ. നമ്മുടെ മുന്നിൽ നമ്മുടെ സഭയെ, നമ്മുടെ കുടുംബത്തെ, ഒരു കാര്യം ഞാനിവിടെ ഒരു ആത്മീകമായിട്ടൊരു മർമ്മമായിട്ട് കണക്ട് ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തെ ശത്രു തൊടാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറയെ ശത്രു തൊടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാണ് സ്റ്റിവാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. ദൈവം ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമാണ്. ഇന്ന് രാത്രിക്കാലം നമ്മുടെ മേലെല്ലാം ആ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്ത്? മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ, മറ്റുള്ളവരെ സംരക്ഷിക്കുവാൻ. നമ്മൾ പാട്ടൊക്കെ പാടും, വയല് വിളയണ കാഴ്ച കണ്ടൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടും. പക്ഷെ അതിൽ എത്ര വിളയിലാണ് അസുഖം ബാധിച്ചതെന്ന് നമുക്കറിയാവോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രിയമുള്ളവരെ?
കർത്താവ് ഒത്തിരി പ്രിയമുള്ളവർ തകർന്നിരിക്കുക, അവരിന്ന് രക്ഷിക്കാനിടയാകണം. ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകട്ടെ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞ 2 വാക്ക്, ആ വാക്കിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോവുക. നേരത്തെ പറഞ്ഞ 2 പദം, വേല ചെയ്യുക അല്ലെങ്കിൽ കാക്കുക. വേല ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം അതിൻ്റെ ഹീബ്രു ബൈബിൾ അനുസരിച്ചിട്ട് അബാദ് എന്നാണ് അർത്ഥം. അബാദ് വർക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അബാദ് എന്നാണ്. അപ്പോൾ ചില സമയത്ത് നമുക്കിത് എന്തുവാകും, ഈ അബാദ് എന്നുള്ള വാക്ക് ഇന്ന് ഞാനിങ്ങനെ അതിങ്ങനെ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ അബാദ് ചില സമയത്ത് നമുക്ക് അബദ്ധമാകാറില്ലേ? ചില അബദ്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറ്റിയിട്ടില്ലേ? വേല ചെയ്തപ്പോൾ നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്? ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നോട്ടം പോയപ്പോൾ, നമ്മുടെ ശ്രദ്ധ പോയപ്പോൾ. ഈ രാത്രികാലം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ ചെറിയ കുറച്ച് അബദ്ധങ്ങളൊക്കെ എൻ്റെ ഭാഗത്തും പറ്റിയിട്ടുണ്ട്. അബാദ്, ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ സേവിക്കുക, വേല ചെയ്യുക, ആരാധിക്കുക. അതിൽ ഏറ്റവും ലാസ്യത്തെ വാക്ക് പ്രിയമുള്ളവർ കണ്ടോ, ആരാധിക്കുക. അപ്പോൾ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയാണ്. കൈയടിക്കുന്നത് മാത്രമല്ല ആരാധന, പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ആരാധന, വർക്ക് ചെയ്യുക എന്നുള്ളത് ആരാധനയാണ്. നമ്മളൊരു വർക്ക് നന്നായിട്ട് ചെയ്തു നോക്കിക്കേ, ആ വർക്കിൻ്റെ ഒരു റിസൾട്ട് വരുമ്പോൾ, അതൊരു പോസിറ്റീവ് റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അതൊരു സന്തോഷം വരുമല്ലേ? അവിടെ നമ്മൾ അറിയാതെ നമ്മുടെ ജോലിയിലൂടെ ആരെ സ്തുതിക്കുക? ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ വിവാഹം കഴിഞ്ഞവർക്ക് അറിയാം, വീട്ടിൽ ഭാര്യ നല്ല ഒരു കറി ഉണ്ടാക്കി. അപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹം, നല്ല സംഭവം കൊള്ളാം, അടിപൊളി. ഈ സമയത്ത് അറിയാതെ എന്ത് വരുക? ഒരു ആരാധന വരുക. അബാദ്, വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരാധന എന്നൊരു അർത്ഥം കൂടെയുണ്ട്. ഏദൻ തോട്ടത്തിൽ ദൈവം അവരെ ആക്കി വെച്ചൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ആരാധന കൂടെ എന്ത് ചെയ്യണം? നന്നായിട്ട് നടത്തണം. ഈ പാട്ടുപാടിയുള്ള പരിപാടി ഒന്നും അല്ല കേട്ടോ. ആ ആരാധന ഡിഫറെൻ്റ് ആരാധനയാണ്. ആ ആരാധന എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കുക. ഒന്ന് ഇമാജിൻ ചെയ്തേ, നമ്മൾ നേരത്തെ കണ്ട ആ ഇമേജ് പോലെ ആ മൃഗങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ച് അവരുടെ കൂടെ ഇങ്ങനെ നടന്ന് നമുക്കങ്ങനെ ഒരു അവസരം കിട്ടിയാലോ? നമ്മുടെ കാര്യം ഇന്നൊരു പട്ടി വാങ്ങി വന്ന് നമ്മൾ എന്ത് ചെയ്യും? കല്ലെടുത്ത് എറിയും. ഞാൻ ആരും എടുത്ത് ഇന്ന് പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് പട്ടിയെ തലോടാനല്ലാട്ടോ പറയുന്നത്. പക്ഷെ ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യര്, മൃഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയം എത്ര മനോഹരമായിരിക്കും അല്ലേ? നമ്മൾ ഈ പാട്ട് പാടുന്നതിനേക്കാളും പ്രാർത്ഥിക്കുന്നതിനുള്ള രസമായിരിക്കും ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അബാദ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വേല ചെയ്യുക എന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യത്തിലോട്ട്, അല്ലെങ്കിൽ ആരാധിക്കുക എന്നൊരർത്ഥം. രണ്ടാമത്തെ വാക്കിലൂടെ ഞാൻ വളരെ വേഗം ഒന്ന് കടന്നു പോകട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാക്കുക. അതിന് നമ്മുടെ മലയാളം ബൈബിളാണ് കാക്കുക എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിൽ ചെറിയൊരു കാര്യം കൂടെ വരുന്നുണ്ട് കേട്ടോ. അബാദ് ചില സമയത്ത് നമുക്ക് എന്തുവായി? അബദ്ധമായി. ചില സമയത്തൊക്കെ കാക്കുക എന്നുള്ളത് ചില സമയത്ത് നമുക്ക് എന്തുവായി? കായങ്ങ് മാറിപ്പോയിട്ട് കക്കുക എന്നായി. ചില സമയത്ത് ചിലതൊക്കെ നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ലേ? ദൈവം നമ്മളെ ഏൽപ്പിച്ചതിൽ നിന്ന്, ദൈവം നമുക്ക് തന്നതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിട്ടില്ലേ പ്രിയമുള്ളവരെ? പക്ഷേ ഈ മലയാളം ബൈബിളാണ് കാക്കുക എന്നൊരർത്ഥം പറയുന്നത്. പക്ഷേ അതിന് ഇംഗ്ലീഷ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വേർഷൻ നോക്കുമ്പോൾ നമുക്ക് ഗാർഡ്, പ്രൊട്ടക്റ്റ്, കീപ്പ്, വാച്ച് ഓവർ എന്നൊക്കെ അർത്ഥം വരുന്നത്. അതിന് അവിടെ ഇംഗ്ലീഷ് ഹീബ്രുവിൽ കൊടുത്തേക്കുന്ന ഒരു അർത്ഥം എന്നാന്ന് വെച്ചാൽ ഷമാർ എന്നാണ്. ഷമാർ. അപ്പോൾ ഈ വാക്കുകൾക്കെല്ലാം ഞാനിങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അബാദ് നമുക്ക് ചില അബദ്ധം പറ്റിയിട്ടുണ്ട്, സമ്മതിക്കാൻ പറ്റൂ. അതിന് ശേഷമായിട്ട് കാക്കുക, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നിന്നും കട്ട് പോയിട്ടുണ്ട്. അതൊന്നുകൂടെ ഞാൻ നമ്മുടെ ടോപ്പിക്കായിട്ട് കണക്ട് ചെയ്യട്ടെ. നമ്മുടെ സമാധാനം ചില സമയത്ത് പോയിട്ടില്ലേ? കട്ട് പോയിട്ടില്ലേ? നമ്മുടെ സന്തോഷം ചില സമയത്ത് പോയിട്ടില്ലേ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച് സമയം നഷ്ടപ്പെട്ടിട്ടില്ലേ? ചില കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കട്ടുകൊണ്ട് പോയ അനുഭവമില്ലേ? നമ്മൾ അറിയാത്തത്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്, ചില കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ ഒന്ന് തിരിച്ചു തരണം. നമ്മുടെ സന്തോഷമായിരിക്കും, നമ്മുടെ ഭാവിയായിരിക്കും, നമ്മുടെ വാക്തത്വമായിരിക്കും. അങ്ങനെ ഏതെങ്കിലും കാര്യം ശത്രു എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കള്ളൻ വരുന്നതിനാ കക്കുവാനും മുടിക്കുവാനുമാ. അങ്ങനെയെങ്കിൽ പിശാച് നമ്മളിൽ നിന്ന് ഈ രാത്രികാലം ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സമാധാനമായിരിക്കും, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആയിരിക്കും, നമ്മുടെ ആരോഗ്യമായിരിക്കും. പ്രിയമുള്ളവരെ, ആ കാര്യത്തിൽ ഈ രാത്രികാലം നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അതങ്ങ്
തിരിച്ച് തരണം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ പ്രിയമുള്ളവരെ, കരുതുക, കാക്കുക, കാവൽ നിൽക്കുക, ജാഗ്രത. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. കുറച്ച് സ്പീഡ് കൂടുന്നത് പോലെ തോന്നുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുമെങ്കിലും ഒരു തംസപ്പൊക്കെ ഇടാവോ? ഓക്കെ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ എവിടെയെങ്കിലും ഒരു സ്റ്റക്ക് ആകുകയാണെങ്കിൽ ആ സമയത്ത് ചോദിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക, ശക്തിപ്പെടുത്തുക, സുരക്ഷിതമാക്കുക, ഉണർന്നിരിക്കുക. അടുത്തൊരു അർത്ഥത്തിന് ഭയങ്കര പ്രാധാന്യമാണ്, നിലനിർത്തുക. ഏതൻ തോട്ടത്തിൻ്റെ അകത്തുള്ള ചില കാര്യങ്ങൾ നിലനിർത്താൻ പറ്റണം. പക്ഷേ നമ്മളത് അടുത്ത സെക്ഷനിൽ നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കും. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് നിലനിർത്താൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമുക്ക് നിലനിർത്താൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ആരാധനയെ നമുക്ക് നിലനിർത്താൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ഉപവാസത്തെ നമുക്ക് നിലനിർത്താൻ പറ്റിയിട്ടുണ്ടോ? മറ്റുള്ളവരോടുള്ള ബന്ധം പെട്ടെന്നല്ലേ നഷ്ടപ്പെട്ടത്? ഇന്നലെ വരെ കൂട്ടായിരുന്ന ആളുകൾ ഇന്ന് നമ്മളോട് മിണ്ടുന്നില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോയത്. ഞാനൊരു കാര്യം അവിടെ ഒരു കൃത്യമായിട്ട് ദൈവാത്മാവ് അങ്ങനെ ഒരു ഗൈഡൻസ് തരുന്നൊരു കാര്യം പറയുമോ? ചില നാളുകൾക്ക് മുമ്പ് ദൈവാത്മാവ് സംസാരിച്ചൊരു കാര്യമാണ്. ചിലത് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ വാക്തത്വമുള്ള അബ്രഹാമിനും ലോത്തിനും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. വാക്തത്വമുള്ള അബ്രഹാമിനും ലോത്തിനും ഒരേ രീതി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അബ്രഹാമിന് അഭിഷേകമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, ദൈവം അവൻ്റെ കൂടെയുണ്ട്. ലോത്തിൻ്റെ കൂടെ ലോത്ത് അബ്രഹാമിനെ കണ്ടിറങ്ങിയതാണ്. ജീവിതത്തിലെ ഏതെങ്കിലും മേഖലയിൽ ചില വ്യക്തികൾ നമ്മളിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്നലെ വരെ ചേർത്ത് പിടിച്ച ആളുകൾ മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തെറ്റ് കാരണമല്ല, നമ്മുടെ ഭാഗത്ത് കുറവ് കാരണമല്ല, അത് ഏത് വിഷയത്തിനകത്തും അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഇത് രണ്ടും ഒരുമിച്ച് പോകത്തില്ല. ഒരുമിച്ച് പോയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്ത നിമിഷം അവിടെ അടിയാവും, അടുത്ത നിമിഷം അവിടെ കണക്ക് വരും. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആ ഭാഗം ഇതുകൊണ്ടൊന്ന് കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ ഒരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം? അവർക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടി, അവർക്ക് അനുഗ്രഹം ഒത്തിരി വർദ്ധിച്ചു വന്നു. മനസ്സിലാകുന്നുണ്ടോ? അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ അനുഗ്രഹം ചില സമയത്ത് നമുക്ക് ശാപമായിട്ട് മാറും. അനുഗ്രഹം ചില സമയത്ത് ശാപമായിട്ട് മാറും. ആ ഒരു കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലോട് ചില ശാപങ്ങൾ ഇതുവരെ വിളിച്ചുകൊണ്ടിരിക്കുക. അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പ്രവാചകനെ വിളിക്കുന്നത്. പക്ഷെ ആ പ്രവാചകൻ പോകുമ്പോൾ എന്ത് വരും? അത് ശപിച്ചിട്ട് പോകും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് ഈ നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ദൈവാത്മ സംസാരിച്ചൊരു കാര്യമാണ്. ബാലാക്ക് ബിലയാമിന്റെ അടുക്കലോട്ട് ഒരു കൂട്ടം ആളുകളെ അയച്ചു. ആദ്യത്തെ തവണ ഇവർ വന്ന സമയത്ത് ഈ ബിലയാമ് പറഞ്ഞു, ഞാൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കട്ടെ. അന്ന് രാത്രി യഹോവ എന്തോ പറഞ്ഞു, നീ അവരുടെ കൂടെ പോകരുത്. പോകണമെന്നല്ലല്ലോ പറഞ്ഞത്, പോകരുത്. പക്ഷെ ഓർക്കണം പ്രിയമുള്ളവരെ, പോകരുത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വന്ന് അവരുടെ പറഞ്ഞു, ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു പോകരുത്. പക്ഷെ പിറ്റേ ദിവസം അതിനേക്കാൾ ശ്രേഷ്ഠകരമായ പ്രഭുക്കന്മാർ വന്നു, അതിനേക്കാൾ ശ്രേഷ്ഠകരമായ സമ്മാനമായിട്ട് വന്നു. അപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് വെള്ളിയോ പൊന്നൊക്കെ തന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, കാര്യങ്ങൾ ചെയ്യത്തില്ല പറഞ്ഞു. പക്ഷെ ബിലയാമിന് എവിടെ തെറ്റുപറ്റിപ്പോയ? ബിലയാമ് പിന്നെ ദൈവത്തിൻ്റെ അടുക്കലോട്ട് പോകുക. കർത്താവേ, അവരെ കുറച്ച് നല്ല ഓഫറൊക്കെ ആയിട്ട് വന്നേക്കുന്നേ, ഞാനൊന്ന് അങ്ങോട്ടേക്ക് പൊക്കോട്ടെ. ദൈവം എന്തോ പറഞ്ഞേ? നീ പൊക്കോ. ആ യാത്ര നന്നായിരുന്നോ പ്രിയമുള്ളവരെ? സമ്മാനങ്ങൾ ചില സമയത്ത് നമ്മുടെ കണ്ണിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. വചനം വളരെ വ്യക്തമായി പറയുന്നു, സമ്മാനം വാങ്ങരുത്. ആ റെഫറൻസ് വേണമെങ്കിൽ ഞാനൊന്ന് ക്രോസ് ചെയ്തിട്ട് നോക്കിയിട്ട് ഞാൻ ഇട്ട് തരാം. ബൈബിളിൽ അങ്ങനെ ഒരു വാക്ക് പറയുന്നു, സമ്മാനം വാങ്ങരുത്. ദാനിയേലിന്റെ അടുത്ത് സമ്മാനം കൊണ്ടുവന്ന സമയത്ത് ദാനിയേൽ പറഞ്ഞൊരു കാര്യം എന്തുവാ? ഈ സമ്മാനം മറ്റൊരുത്തിന് കൊടുത്താലും. അതെന്തുകൊണ്ടാണ്? ചില സമ്മാനങ്ങൾ നമ്മുടെ ഇതേ കാര്യം തന്നെ ഈ ബാലാക്കിന്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, ബിലയാമിന്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ബാലാക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ ഇസ്രായേൽ ജനത്തെ ശപിക്കുന്നതിന് പകരം അനുഗ്രഹിച്ചു. അപ്പോൾ ബാലാക്ക് പറയുക, ഞാൻ നിനക്ക് കുറെ പൊന്നും വെള്ളിയും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടി വിചാരിച്ചതാ. അപ്പോൾ ആ ഒരു തല നിങ്ങൾ മനസ്സിലാക്കണം. സമ്മാനം ഫ്രീ ആയിട്ട് വാങ്ങുവാണെങ്കിൽ നാളെ കണക്ക് കേൾക്കേണ്ടതായിട്ട് വരും. സമ്മാനമായിരിക്കും, സമ്മാനമായിട്ടൊക്കെ ആയിരിക്കും തരുന്നത്. പക്ഷെ പ്രിയമുള്ളവർ, അതിന് പുറകിലുള്ള ഒരു ആത്മീകമായ മർമ്മം മനസ്സിലാക്കണം. ചിലത് നമ്മിൽ നിന്ന് അകന്നു പോകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചുമ്മാ കിട്ടുന്ന എല്ലാം വാങ്ങരുത്. ഇവിടെ ഞാനൊരു കാര്യം കൂടെ കൈമാറാം. ഈ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റോട് ഒന്ന് കണക്ട് ചെയ്യട്ടെ. നമ്മളൊരു മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ
ഒരു ബോർഡ് എഴുതി വെച്ചേക്കുന്നു, എന്തുവാ, ബൈ 1 ഗെറ്റ് 1 ഫ്രീ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല ആ സാധനം വാങ്ങാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് കണ്ടപ്പോൾ നമ്മുടെ കണ്ണിനൊരു കുളിർമ, സംഭവം അടിപൊളിയാണ്, എന്തായാലും ബൈ 1 ഗെറ്റ് 1 അല്ലേ, സാധനം വാങ്ങി. അവിടെ എന്ത് വന്നു, നമ്മൾ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, വാങ്ങി. ഒരു ആത്മീയമായ മർമ്മം ഞാൻ കൈമാറട്ടെ. നമ്മൾ ആത്മീയ ജീവിതത്തിലായിരിക്കുമ്പോൾ ഇതുപോലെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആയിട്ട് പല കാര്യങ്ങളും കാണും. ഇന്നടുത്ത് ഭയങ്കര അനുഗ്രഹമാണ്, ഇന്നടുത്ത് ഭയങ്കര വിടുതലാണ്. നമ്മുടെ മനസ്സിൽ എന്തുവാ, എങ്ങനെയും അനുഗ്രഹം ഒന്ന് പ്രാപിക്കണം. അങ്ങനെ പോയിട്ട് എൻ്റെ പ്രിയമുള്ളവർ, എത്ര പ്രിയമുള്ളവരാ തകർന്നു പോയിരിക്കുന്നതെന്ന് അറിയാമോ? എന്നിട്ട് നമ്മൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിന് പുറകിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ്. ആ കൂട്ടങ്ങളിൽ പോയിട്ട് നമ്മൾ വീണ് പോകാത്തത്, പലപ്പോഴും നമ്മൾ ഇതുപോലെ പോയതാ, പക്ഷെ അതിൽ വീണ് പോകാത്തത് എന്തുകൊണ്ടെന്നറിയാമോ പ്രിയമുള്ളവരെ? അതിന് പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ്. ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന ഒരു മേഖലയുണ്ട്, അതിൽ നിന്ന് മാറിപ്പോകല്ലേ. അത് എത്ര പണം കിട്ടുന്നതാണേലും, എത്ര സമ്പാദ്യം കിട്ടുന്നതാണേലും, എത്ര അനുഗ്രഹം കിട്ടുന്നതാണേലും, ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നെഗോവിനോടും ഈ രാജാവ് പറഞ്ഞ കാര്യം ഇതാ, നീ ഒന്ന് വണങ്ങിയാൽ മതി, കാര്യങ്ങൾ നന്നായി നടക്കും. അവരെന്താ പറഞ്ഞ്, വണങ്ങാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം ഇവിടെ തുറന്നു പറയട്ടെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടത് തല കുനിക്കാത്ത, ഒന്നിനെ മുട്ടുമടക്കാത്ത ഒരു തലമുറയെയാണ്. അങ്ങനെയുള്ള തലമുറ പ്രാർത്ഥിക്കാതെ തന്നെ, അങ്ങനെയുള്ള തലമുറ അമേൻ സ്വന്തം ചെയ്യുന്ന മറ്റൊരു മേഖലയിലൂടെ കടന്നു പോകാതെ തന്നെ അവിടെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ച ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, വളരെ മനോഹരമായൊരു വാക്യം. അവിടെ പറയുന്ന കാര്യം ഇങ്ങനെ, എന്നറിയാമോ? വാക്യം ഞാൻ പ്രിയമുള്ളവർക്ക് വേണ്ടി ഒന്ന് വായിക്കാം. 15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. എന്തുവാ പറയുന്നേ? വചനം വളരെ വ്യക്തമായി പറയുക, നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. പക്ഷേ അനുഗ്രഹത്തിന്റെ ബൈ 1 ഗെറ്റ് 1 ഓഫറിന് പുറകെ നമ്മൾ പോകരുത്. ഇവിടെ വന്നാൽ അനുഗ്രഹിക്കപ്പെടും. അപ്പം ഞാൻ എൻ്റെ പ്രിയമുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ, അവിടെ വന്നാൽ മാത്രമേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ? നീ നിന്റെ റൂമിനകത്ത് മുട്ടുമടക്കി അനുഗ്രഹിക്കപ്പെടും. നീ ഒരു തീരുമാനമെടുത്ത് അവിടെ അനുഗ്രഹിക്കപ്പെടും. അത് മറ്റൊരു മനുഷ്യനോടും പറയണ്ട. കഴിഞ്ഞ ദിവസം ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്ലാസ്സുമായിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. നമ്മൾ ഈ ടോപ്പിക്കായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നടന്നൊരു സംഭവമാണ്. ഞങ്ങളൊരു ഫാമിലി മീറ്റിംഗ് ഒക്കെ നടത്തി. അപ്പോൾ ഒരു ഗസ്റ്റിനെ വിളിച്ചു, അദ്ദേഹത്തിന് ചെറിയൊരു ഓഫറിങ് അയച്ചു കൊടുത്തു. ഓഫറിങ് അയച്ചു കൊടുത്തത് പറയാൻ വേണ്ടിയിട്ടല്ല, ഓഫറിങ് അയച്ചപ്പോൾ 2 തവണ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് പോയി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനും പറ്റത്തില്ല, തിരിച്ച് ചോദിക്കാനൊരു മടിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ്. ഞാൻ എൻ്റെ ഡയറിയിൽ ഇങ്ങനെ ചോദിച്ചു, കർത്താവേ അതെങ്ങനെ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുമോ, അദ്ദേഹം എങ്ങനെ അത് ചിന്തിക്കുമോ? പക്ഷെ എന്താ സംഭവം എന്നറിയാവോ? നമുക്ക് അർഹതപ്പെട്ടത് ഒരിടത്തും പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അദ്ദേഹം തന്നെ രാവിലെ എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്തു, ആ ക്യാഷ് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാ ഞാൻ ആ കാര്യം പറഞ്ഞതെന്നറിയാമോ? നമുക്ക് അർഹതപ്പെട്ടത് അത് നമ്മളിലോട്ട് തന്നെ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരു മനുഷ്യന് നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല. നമുക്ക് കിട്ടേണ്ട ഒരു കാര്യങ്ങളും ഒരു മനുഷ്യന് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി, ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത സമയത്ത് ദൈവാത്മാവ് എന്നെ വളരെ ശക്തമായി ഇതിലൂടെ നയിച്ചൊരു കാര്യം കൂടെ പറയാം. ഏകദേശം ഞാൻ +2 പഠിക്കുന്ന സമയത്ത് 2016-17 കാലഘട്ടമാണെന്ന് തോന്നുന്നു. അന്ന് ഞാൻ പേപ്പർ ഇടാൻ പോകുമായിരുന്നു. അത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പേപ്പർ ഇടാൻ വേണ്ടി പോകും. അന്ന് ഇന്നത്തെ പോലെ ഈ എന്തോ പറയുക, നമ്മുടെ ബൈക്കിലും സ്കൂട്ടിയിലൊന്നുമല്ല, സൈക്കിളിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് കൂട്ടുകാരെന്ന് പറയുന്നത് കുറച്ച് പട്ടികളാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്നെ സംഭവം എന്ന് വെച്ചാൽ, ഇവരെ കൂട്ടുകാരെന്ന് പറയാൻ കാരണം നമ്മളെ കണ്ട ഇവർ പുറകെ ഓടി വരും. നമ്മൾ ജീവനും കൊണ്ട് ഈ സൈക്കിൾ ചവിട്ടി ഓടിയ കയറ്റം കയറുന്നത്, കാരണം കടിക്കാൻ വേണ്ടിയിട്ട് പുറകെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ പേപ്പർ ഇട്ടു. പേപ്പർ ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു, ആ പേപ്പറിൽ പട്ടി എന്ത് ചെയ്തു, ഒന്ന് മൂത്രം ഒഴിച്ചു. പട്ടിയല്ലേ, പട്ടിയെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഞാൻ പേപ്പർ കൊടുക്കാൻ വേണ്ടി പോയി, പുള്ളിക്കാരൻ എൻ്റെ പുറകെ വന്ന് പുള്ളിക്കാരൻ എന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ അതുപോലൊരു അടി അടിച്ചു. അന്ന് ഒരു പ്ലസ് ടുവിലിരിക്കുന്ന ഒരു ചെറിയൊരാൾ, അന്ന് എനിക്ക് ആ ഒരു അടി കിട്ടിയ സമയത്ത് എൻ്റെ മുഖത്തിനിട്ട് അടി കിട്ടുന്നത്. ഭയങ്കര വേദനയോടെ ഞാൻ കരഞ്ഞ് വീട്ടിലോട്ട് ഓടി കയറിയ സമയത്ത് പെട്ടെന്ന് നമ്മുടെ നാട്ടുകാരുടെ വില അന്നാണ് മനസ്സിലാകുന്നത്.
അവിടെ BJP കാരുണ്ട്, മറ്റുള്ള കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഇളകി. ഇവർ പറഞ്ഞു നമുക്കൂടെ അവനെ തല്ലണം, നമ്മുടെ ഒരു കൊച്ചിനെ അങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അത് മറ്റൊരു രീതിയിലോട്ട് പോയി. അതെന്ത് ചെയ്തെന്ന് പറഞ്ഞു വെച്ചാൽ പോലീസ് കേസായി. എനിക്ക് പിറ്റേ ബുധനാഴ്ച എക്സാമാണ്, +2 എക്സാമാണ്. ഇത് നടക്കുന്നത് ഏകദേശം ഒരു ശനിയാഴ്ചയാണ്. പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. നാട്ടുകാർ, നമ്മുടെ ആളുകൾ, അവരെല്ലാം കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്തു, ഒരു 10,000 രൂപ നഷ്ടപരിഹാരമായിട്ട് എനിക്ക് വാങ്ങി തന്നു. അപ്പോൾ നഷ്ടപരിഹാരം കിട്ടി. നമുക്കന്ന് അറിയത്തില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. അന്ന് നീ വാങ്ങിയത് അത് നിനക്ക് അർഹതപ്പെട്ടതല്ല, നിനക്ക് അടി കിട്ടിയ കാര്യം ശരിയാണ്, നീ ചെയ്യാത്ത തെറ്റ് നീ ചെയ്യേണ്ട ആ ഒരു രീതിയിലൂടെ കടന്നു പോയി കാര്യം ശരിയാ, പക്ഷെ ആ പൈസ നീ വാങ്ങാൻ പാടില്ലായിരുന്നു. എൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ ഇങ്ങനെ പിരിമുറുക. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഡയറിയിൽ ഇങ്ങനെ ചോദിച്ചു, കർത്താവ് ഇപ്രാവശ്യം കർത്താവ് അനുവദിച്ച് എനിക്ക് അവിടെ പോകണം. സാഹചര്യം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തുവാ നടന്നതെന്ന് അറിയാൻ പ്രിയമുള്ളവരെ, ഈ മനസ്സിൻ്റെ അകത്ത് ഈ ഒരു ഭാരം ഇങ്ങനെ ഒരു 10 കൊല്ലമായിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്യാഷൊക്കെ മാനേജ് ചെയ്ത് ഞങ്ങൾ പോയി. ആ ക്യാഷ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വലിയൊരു സമാധാനം വന്നു. എന്തിനാണെന്നറിയാമോ? അർഹതയില്ലാത്ത ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. അർഹതയില്ലാത്ത ഒരു അനുഗ്രഹം പോലും നമ്മുടെ തലമേൽ ഉണ്ടാകാൻ പാടില്ല. അർഹതയില്ലാത്ത ഒരു രൂപ നമ്മുടെ മേലുണ്ടെങ്കിൽ ആ ഒരു രൂപയ്ക്ക് പകരമായിട്ട് നമ്മുടെ എത്രയോ കണക്കിന് രൂപ ഹോസ്പിറ്റലിൽ മുടക്കേണ്ടതായിട്ട് വരും. പക്ഷെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ആ ഒരു രൂപ, ആ ഒരു കാര്യം മാറ്റി വെച്ചത് കൊണ്ട് എനിക്ക് നഷ്ടം ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് സമാധാനം ഇപ്പോൾ ഉണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് അർഹതപ്പെടാത്ത, അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ് വളരെ വേഗം മുന്നോട്ട് പോകട്ടെ. കുമ്പനാട് കൺവെൻഷൻ സ്റ്റേജ് ഡ്യൂട്ടിക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയം ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നപ്പോൾ അദ്ദേഹം ഒരു 500 രൂപ കയ്യിലോട്ട് തന്നു. ഞാനത് പോക്കറ്റിലിട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ പൈസ കാണുന്നില്ല. ദൈവാത്മാവ് എൻ്റെ അടുത്ത് പെട്ടെന്നൊരു ഇടപെടുന്ന, എടാ ആ പൈസ നിനക്ക് അർഹതപ്പെട്ടതല്ല. ചില സമയത്ത് നമ്മുടെ കയ്യിൽ വന്നിട്ട് ചില അനുഗ്രഹങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ചില സമയത്ത് നമ്മുടെ കയ്യിൽ വന്നിട്ട് ചില പൈസ കയ്യിൽ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അർഹതപ്പെടാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ഈ രാത്രികാലം വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു മേഖലയിലൂടെ നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിന്റെ അകത്ത് ഒരു രൂപ പോലും അർഹതപ്പെടാത്തത് നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു 10 രൂപ റോട്ടി കിടന്നാൽ അത് അവിടെ കിടക്കട്ടെ, നമ്മുടെ അർഹതയുള്ള കാര്യമല്ല അത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അർഹതയില്ലാത്ത കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന ഏറ്റവും വലിയ വിഷയം. വചനത്തിലൂടെ തന്നെ ഞാൻ ആ പ്രൂവ് ചെയ്തു തരാം. ലാബാന്റെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് റാഹേൽ ഗൃഹബിംബങ്ങളെ എടുത്തുകൊണ്ട് വന്നു. എന്ത് ചെയ്തു? ആളറിയാത്ത പോലെ ഇരുന്നു. പുള്ളിക്കാരിക്ക് അവിടെ കയറാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഉദാഹരണം, ഈ യോശുവയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ആഗാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആഗാൻ, അവിടെ ദൈവം വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരുടെ ഒരു കാര്യത്തിൽ നിന്ന് ഒരു കാര്യം പോലും എടുക്കരുത്. പുള്ളിക്കാരൻ ആരും അറിയാതെ എന്ത് കൊണ്ടുവന്നു? എടുത്തുകൊണ്ട് വന്നു, കുഴിച്ചിട്ടപ്പോൾ ദൈവം പിടിച്ചു. ഇന്ന് രാത്രിക്കാലം ഞാൻ വളരെ വ്യക്തമായ ദൈവന്മാരുടെ ഒരു ദൂത് കൈമാറട്ടെ, ഒരു ആത്മീകമായ മർമ്മം കൈമാറട്ടെ. 1 രൂപയെങ്കിലും നമ്മളങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രിക്കാലം അതിനെ പുറത്തെടുക്കുവാൻ ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. 1 രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ നമുക്ക് ഇല്ലാത്തത്, അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെടാത്ത ഏതെങ്കിലും കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ശാപമായിട്ട് മാറും. അത് അവനെ മാത്രമല്ല തകർത്ത് അവൻ്റെ കുടുംബത്തെ മൊത്തമായിട്ട് എന്ത് ചെയ്തു? തകർത്തു. ഈ രാത്രികൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ അടുത്ത സെക്ഷനിലൂടെ പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? 1, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ നമ്മളെ നഷ്ടപ്പെട്ടു പോയി. 2, അർഹതയില്ലാത്ത ചില കാര്യങ്ങൾ നമ്മളോട് വന്നിട്ടുണ്ട്. എല്ലാ വാക്തത്വവും കയറി പിടിക്കരുത്. അതുകൂടെ ഞാനൊന്ന് കൈമാറുക. എല്ലാ വാക്തത്വത്തിനും കൂടി നമ്മൾ തല വെക്കരുത്. മറ്റൊരാൾക്ക് പോകുന്ന വാക്തത്വം അത് എനിക്കാന്നുള്ള പറഞ്ഞ് ചാടി കയറി പിടിക്കരുത്. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. ആത്മീക ലോകത്തിൻ്റെ ഒരു പ്രശ്നം. എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കപ്പെടണം, എങ്ങനെയെങ്കിലും സമ്പന്നനാകണം. പക്ഷേ അത് മറ്റൊരാൾക്ക് പോകുന്ന വാക്തത്വം നമ്മൾ ഏണി കയറി പിടിക്കും, അത് നമ്മുടെ തലയിൽ കൊണ്ടിടും. ആ അനുഗ്രഹം എന്താവും? ശാപമായിട്ട് മാറും. അർഹതയില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ, വാക്തത്വം ആയിക്കൊള്ളട്ടെ, പണമായിക്കൊള്ളട്ടെ, മറ്റുള്ള പദവികളായിക്കൊള്ളട്ടെ, എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ഇരിക്കുന്നതിൽ ഒറ്റ കാര്യം ഓർക്കണം, അത് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈ സമയത്ത് നമ്മൾ അടുത്തൊരു സെക്ഷൻ വളരെ ക്രൂഷ്യലായിട്ടുള്ള സെക്ഷനാണ്. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ വളരെ ചുരുക്കം വാചകങ്ങളിൽ ഒരു നിമിഷം ഒന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി പൊതുവായിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് വളരെ അനുഗ്രഹമായിട്ട് അടുത്ത സെക്ഷനിലൂടെ നമുക്ക് കയറണം. ഒരു വിടുതൽ നമുക്കുണ്ടാകണം. കുഴിച്ച് മൂടി കിടക്കുന്നത്, അർഹതയില്ലാതെ കിടക്കുന്ന ചില കാര്യങ്ങളെ അകത്ത് അത് നമ്മുടെ ജീവിതത്തെ തടസ്സമായി മാറരുത്. അങ്ങനെ ഈ രാത്രിക്കാലം നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാളൊന്ന് വളരെ ചുരുക്കം വാചകങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ വളരെ ചുരുക്കമായി ചെയ്യാം. സ്നേഹവാനും പരിശുദ്ധനും വാഴ്ത്തപ്പെട്ടവനുമായ നല്ല കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തപ്പ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്ന കർത്താവേ, ഹല്ലേലൂയ. അപ്പ അടിങ്ങളുടെ ക്ലാസ്സിൽ ഇതുവരെ ഞങ്ങളുടെ വലിയ കൃപാലിസാന്റെ കൂടെ ഇരുന്നതിനെ നന്ദി അപ്പ. സ്തോത്രം അപ്പ. പരിശുദ്ധാത്മാവ് വ്യക്തമായ അടിങ്ങളോട് ഇടപെടുന്നതിനെ നന്ദി അപ്പ. സ്തോത്രം കർത്താവേ. അപ്പ ഹല്ലേലൂയ കർത്താവേ. അർഹതപ്പെടാത്ത കർത്താവേ, എന്തെങ്കിലും അടികളുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ കർത്താവേ, അപ്പ അത് പൂർണ്ണമായിട്ടും കർത്താവേ ഹല്ലേലൂയ അടികൾ ഉപേക്ഷിക്കാൻ കർത്താവേ ഹല്ലേലൂയ തയ്യാറാണ് കർത്താവേ. അത് അങ്ങയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. അപ്പ ഒന്നും അപ്പ അർഹതപ്പെടാത്ത ഒന്നും കർത്താവേ അടിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട കർത്താവേ ഹല്ലേലൂയ. അപ്പ അങ്ങ് തന്നത് കർത്താവെ നഷ്ടമാക്കി കളഞ്ഞിട്ടുണ്ട് കർത്താവെ, അങ്ങ് ക്ഷമിക്കണമേ കർത്താവെ. അടികൾ പൂർണ്ണമായും അങ്ങയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെയും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു കാര്യം കൂടെ ഒന്ന് ഈ സെക്ഷനിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അർഹതപ്പെടാത്തതൊന്നും എന്നിലുണ്ടാകരുത്, എന്നാൽ അർഹതപ്പെട്ട ഒരു കാര്യം പോലും എന്നിൽ നഷ്ടപ്പെടരുത്. അർഹതപ്പെട്ട ഒരു കാര്യം പോലും നമ്മളെ നഷ്ടപ്പെടരുത് എന്നുള്ളൊരു പ്രാർത്ഥന ഇന്ന് നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിനകത്ത് ഒരു മനുഷ്യൻ്റെ മുന്നിൽ കൈനീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ജീവിതത്തിനകത്ത് ഒരു മനുഷ്യൻ്റെ മുന്നിൽ തലകുണിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനെക്കുറിച്ച് ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലോട്ട് കടക്കുവാൻ വേണ്ടി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രിയമുള്ളവരായിരിക്കുമ്പോൾ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് റിവാർഡ് അല്ലെങ്കിൽ അവാർഡ് എന്ന് പറയുന്നൊരു കാര്യമാണ്. റിവാർഡും അവാർഡൊക്കെ നമുക്ക് ഇഷ്ടമാണ് അല്ലേ? നമുക്കൊരു അവാർഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളിനി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ആധാരമായിട്ട് 2 വാക്യം നമുക്ക് വായിക്കണം. ആ 2 വാക്യത്തിലൂടെ ആ റിവാർഡുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ റിവാർഡ് എല്ലാവർക്കും കിട്ടുമോ, അല്ലെങ്കിൽ ഈ അവാർഡ് എല്ലാവർക്കും കിട്ടുമോ എന്നൊരു കാര്യം കൂടെ നമ്മളിന്ന് മനസ്സിലാക്കാൻ പോവുക. അപ്പോൾ 2 വാക്യം ഒന്ന് വായിച്ചൊന്ന് സഹായിക്കണം. ഒരാൾക്ക് മത്തായി സുവിശേഷം 25:21 വായിക്കാം, മറ്റൊരാൾക്ക് ലൂക്കോസിന്റെ സുവിശേഷം 16:11 ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 25:21, ലൂക്കോസിന്റെ സുവിശേഷം 16:11 ഒന്ന് വായിക്കാമോ? അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം അത്. നമ്മൾ അതിലൂടെ ചില കാര്യങ്ങൾ നമുക്കവിടെ സംസാരിക്കാനുണ്ട്. അതിനുശേഷമായിട്ട് ലൂക്കോസിന്റെ ആ സുവിശേഷം ഒന്ന് വായിക്കാമോ? 16:11. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഫലമേൽപ്പിക്കും? സത്യമായത് നിങ്ങളെ ആര് ഭാരമേൽപ്പിക്കും? ഈ 2 കാര്യത്തിലൂടെ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെ കടക്കാൻ പോവുക. പ്രിയമുള്ളവർക്ക് ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുവാണ്. നമ്മൾ വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകാം. 3 തരത്തിലുള്ള റിവാർഡുകളാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3 തരത്തിലെ റിവാർഡുകൾ. ആ റിവാർഡുകളെ കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോവുക. ഒന്നാമത്തെ റിവാർഡ് എന്ന് പറഞ്ഞാൽ ദൈവം അക്സെപ്റ്റ് ചെയ്തു എന്നൊരു കാര്യമാണ്. ഇന്ന് ഞാൻ എൻ്റെ പ്രിയമുള്ളൊരു കാര്യം കൈമാറട്ടെ. നമ്മളെ ഈ ലോകത്തിലെ മനുഷ്യർ അക്സെപ്റ്റ് ചെയ്താലോ, ഈ ലോകത്തിലെ പാസ്റ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്താലോ, ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ അക്സെപ്റ്റ് ചെയ്താലോ നമ്മുടെ ജീവിതത്തിനകത്ത് കാര്യമില്ല. പക്ഷേ ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി അയച്ചത്, ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതാണോ നമ്മുടെ ജീവിതം എന്ന് ഈ രാത്രികാലം ചോദിക്കാൻ പറ്റുമോ? മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും അല്ലേ? മനുഷ്യരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അവരുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. എത്രയോ തവണ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തേക്കുന്നത്? ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ പാസ്റ്റർ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ആരാധിക്കും. ഇനി തൊട്ടടുത്തിരിക്കുന്ന അമ്മാമ്മ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? പാട്ട് പാടും. പക്ഷേ ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഈ രാത്രികാലം ആ ചോദ്യം എന്നോട് തന്നെ ഞാൻ ചോദിക്കുവാണെങ്കിൽ, നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, അവിടെ ദൈവം അക്സെപ്റ്റ് ചെയ്താൽ ആദ്യം പറയുന്നൊരു കാര്യം എന്താണെന്ന് പറയാമോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നമ്മൾ ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? യു ആർ ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിക്കേ, കർത്താവേ ഞാൻ ഫെയ്ത്ത്ഫുൾ ആണോ? ഏതൊക്കെയോ കാര്യത്തിനകത്ത് കർത്താവ് ഞാനും വീണ് പോയിട്ടില്ലേ? ഏതൊക്കെയോ കാര്യത്തിനകത്ത് ഞാനും വിശ്വസ്തത കാണിക്കാതിരുന്നിട്ടില്ലേ? സദൃശവാക്യം പറയുക, മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരു മനുഷ്യനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരു പുരുഷനെ ആര് കണ്ടെത്തും? എൻ്റെ പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടത് ചുമ്മാ കുറെ പ്രഹസനങ്ങളെ കാണിക്കുന്ന ആളുകളെയല്ല, വിശ്വസ്തരായ ഒരു കൂട്ടം ആളുകളെയാണ് കർത്താവ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയരെ, അവിടെ സ്വർഗത്തിലൂടെ എല്ലാവരെയും കയറ്റാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല.
അവിടെ എല്ലാവർക്കും അവിടെ സ്പേസ് ഉണ്ട് എങ്കിലും അവിടെ കയറുന്നത് പോലൊരു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസ്തരായ ആളുകളെ, വിശ്വസ്തരായ പാസ്റ്റർ എന്നല്ല പറയാൻ പോകുന്നേ, വിശ്വസ്തരായ വിശ്വാസി എന്നല്ല പറയാൻ പോകുന്നേ, വിശ്വസ്തരായ യാതൊരു കാര്യങ്ങളും ആ ഒരു രീതിയിലുള്ള വലിയ കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് കർത്താവ് പറഞ്ഞെന്തെന്നറിയാമോ? വിശ്വസ്തനായ ദാസനെ, ദാസിയെ. ആ വിളിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ കാത്തിരിക്കുന്നേ. ഇന്ന് രാത്രികാലം ഒന്ന് ചോദിക്കാൻ പറ്റൂ, കർത്താവേ അതിന് തടസ്സമായിട്ട് എൻ്റെ മേഖലയിൽ ഏത് കാര്യം ഉയർന്നു നിൽക്കുന്നത്? ഈ വിശ്വസ്തതയ്ക്ക് പകരമായിട്ട് വരുന്ന കാര്യം എന്തുവാ? അവിശ്വസ്തത. തോട്ടത്തിൻ്റെ അകത്ത് നമ്മൾ അവിശ്വസ്തരായിട്ടാണോ ഇരിക്കുന്നത്? ഏദൻ തോട്ടം എന്ന് പറയുന്നത് അന്ന് അവിടെയുള്ള തോട്ടത്തെ മാത്രമല്ല, നമ്മുടെ സഭയാകുന്ന ഏദൻ തോട്ടം, നമ്മുടെ കുടുംബമാകുന്ന ഏദൻ തോട്ടം, നമ്മളാകുന്ന ഏദൻ തോട്ടം. ഈ ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് നമ്മൾ വിശ്വസ്തയോട് കൂടിയിട്ടാണോ ഇരിക്കുന്നത്? ഒന്നാമത്തെ റിവാർഡ്, ആ കാര്യത്തെ വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ റിവാർഡ് എന്ന് പറയുന്നത് അവിടെ ദൈവത്തിൻ്റെ ഒരു അക്സെപ്റ്റൻസാണ്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലോകം നമുക്ക് മൊത്തം എതിരായാലും നമുക്ക് അതിജീവിക്കാൻ പറ്റും. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഇല്ലാതെ ഈ ലോകത്തിലെ എത്ര ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിലും, ഈ ലോകത്തിലെ എത്ര കോടികൾ നമുക്കുണ്ടെങ്കിലും, നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ വലിയൊരു ഗ്രൂപ്പ് ഏകദേശം 900 കോടി 9,000 കോടിയോളം ആസ്തിയുള്ള ഒരു പ്രസ്ഥാനം. അതിൻ്റെ ചെയർമാനായിരിക്കുന്ന റോയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. പണമില്ലാഞ്ഞിട്ടാ, വീടില്ലാഞ്ഞിട്ടാ, കാറില്ലാഞ്ഞിട്ടാ, എല്ലാ ആഡംബരം ഉണ്ടായിട്ടും ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, അമേൻ സ്വതന്ത്രം, ലാസ്റ്റ് നിമിഷം ഒന്നും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. ഇന്ന് രാത്രികാലം മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അവരോടെങ്കിൽ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ദൈവത്തിന് നിങ്ങളെ ഒരു ആവശ്യമുണ്ട്. ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. സങ്കീർത്തനം 139 കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ച സമയത്ത് ദൈവം ഒത്തിരി കാര്യം ഇടപെട്ടു. നമ്മൾ നടക്കുന്നത്, നമ്മൾ കിടക്കുന്നത്, നമ്മൾ പോകുന്നത്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ പോലും ദൈവം അറിയുന്നുണ്ട്. സങ്കീർത്തനം 139 പറയുക, നിന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, ഈ ഭൂമിയിലോട്ട് പുറത്തോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ദൈവം ഇന്ന് രാത്രിക്കാലം നമ്മളോട് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു പദമുണ്ട്. എന്തെന്നറിയാമോ? നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നല്ലവരും വിശ്വസ്തനുമായ ദാസന്മാരായിട്ട് നമ്മൾ മാറുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അതേ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ അമേൻ സ്വതന്ത്രിന്റെ 7-ാമത്തെ വാക്യം 139:7, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പണത്തിൻ്റെ പുറകെ ഓടിയിട്ട് കാര്യമുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധി വിട്ടിട്ട് പ്രസ്ഥാനങ്ങൾക്ക് പുറകെ ഓടിയിട്ട് കാര്യമുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധി വിട്ടിട്ട് ഇന്ന് ഈ ലോകത്തിലെ ഏതെങ്കിലും താൽക്കാലിക മോഹങ്ങൾക്ക് വേണ്ടി ഓടിയിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് ഒരു വാക്കുകൂടെ ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, 15-ാമത്തെ വാക്യം, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാകപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥിക്കൂടം നിനക്ക് മറവായിരുന്നില്ല. നമ്മുടെ അസ്ഥിക്കൂടം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പുള്ള ആ സമയത്തിന് മുമ്പ് പോലും രഹസ്യത്തിൽ നമ്മുടെ മാതാപിതാക്കളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, ഈ ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മെ കണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് വ്യക്തമായൊരു പർപ്പസ് ഇന്ന് രാത്രികാലം ഉണ്ടാകണം. എന്തുവാ പർപ്പസ്? ദൈവം എന്നെ വിശ്വസ്തനായിട്ട് കാണണം. മനുഷ്യർ എന്നെ വിശ്വസ്തരായി കാണുമോ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അമേരിക്കുന്ന വചനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ഇന്ന് രാത്രികാലം എല്ലായിടത്തും വിശ്വസ്തരായില്ലേലും ദൈവസന്നിധിയിൽ നമുക്കൊരു വിശ്വസ്തതയുണ്ടോ? ഒന്നാമത്തെ റിവാർഡാ. ആ റിവാർഡ് വളരെ പ്രധാനപ്പെട്ട റിവാർഡാ. ദൈവം അംഗീകരിക്കണം. ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ നമ്മളെ? അതോ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴോ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് മാറി എന്നാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം കേട്ട ഓരോ ക്ലാസ്സുകൾ അത് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അനുദിനം മരിച്ചുകൊണ്ടിരിക്കണം. അനുദിനം ക്രിസ്തുവിനോട് കൂടെ ക്രൂശീകരിക്കപ്പെടണം. അനുദിനം ആ മരണത്തിലൂടെ കടന്നു പോകണം. ഗോതമ്പ് മണി നിലത്ത് വീണ ചാകുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ ജീവിതത്തിനകത്തുള്ള അഹങ്കാരങ്ങൾ, നമ്മുടെ ജീവിതത്തിനകത്തുള്ള നിഗളങ്ങൾ, നമ്മുടെ ജീവിതത്തിനകത്തുള്ള തന്നിഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിനകത്തുള്ള നാമട ഭാവം, ഇതുപോലുള്ള പല കാര്യങ്ങളെ നമ്മൾ ക്രൂശിക്കണം. ഇത് ക്രൂശിക്കാതെ എങ്ങനെയാ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുവാൻ സാധിക്കുക? വളരെ വേഗത്തിൽ ഞാൻ അവിടെ നിന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, വിഷയത്തിൽ നിന്ന് വഴുതി മാറിപ്പോകല്ലേ.
രണ്ടാമത്തെ ഒരു കാര്യത്തിലൂടെ കിടക്കട്ടെ. ആദ്യത്തെ കാര്യം വിശ്വസ്തരായിരിക്കണം, ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസ്തരായിരിക്കണം, സഭയിൽ വിശ്വസ്തരായിരിക്കണം, കുടുംബത്തിൽ വിശ്വസ്തരായിരിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രൊമോഷൻ തരികയാണ്. നമുക്കെല്ലാം പ്രൊമോഷൻ ഇഷ്ടമാണ്. ആ വാക്യത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക് എന്നാണെന്നറിയാമോ പ്രിയമുള്ളവരെ? ആ വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിനക്ക് എന്ത് തരും? അല്പത്തിൽ നീ വിശ്വസ്തനായതുകൊണ്ട് അധികമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ തരും. ദൈവം അടുത്തൊരു ശുശ്രൂഷ തരണമെങ്കിൽ, ദൈവം അടുത്തൊരു അനുഗ്രഹം തരണമെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, അടുത്തൊരു തലത്തിലോട്ട് കടക്കണമെങ്കിൽ നമ്മൾ അല്പത്തിൽ വിശ്വസ്തരായിരിക്കണം, ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമുക്കെല്ലാം പ്രൊമോഷൻ തരാൻ ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാം ബ്ലെസ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ എങ്ങനെയാ ബ്ലെസ്സിങ് ഉണ്ടാകുന്നത്? അനുഗ്രഹം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിൽ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഈ മാനേജ്മെന്റിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് അവാർഡ് കൊടുക്കുന്ന എന്തിനാണെന്നറിയാമോ? അവിടെ പെർഫോമൻസിനാണ്. ആ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണം. പ്രാർത്ഥന ഈ കാര്യങ്ങളൊന്നും ഒരു പെർഫോമൻസ് അല്ല, പക്ഷേ അനുദിനം നമുക്ക് ദൈവമായുള്ള ബന്ധം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം. ഇന്നലത്തേക്കാൾ ഇന്ന് ദൈവസന്നിധിയിലൂടെ അടുക്കുവാൻ കഴിയണം. ഇന്നലത്തേക്കാൾ ഇന്ന് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ കഴിയണം. പറ്റുന്നുണ്ടോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രൊമോഷനാണ്. പ്രിയമുള്ളവരെ, ആ പ്രൊമോഷൻ നൽകുവാൻ ദൈവം ആഗ്രഹിക്കും. അതിനുശേഷം അവിടെ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം സെലിബ്രേഷനാണ്. ആ സെലിബ്രേഷൻ എന്ന് പറയുന്നത് എൻ്റെ അടുത്തോട്ട് വന്ന് ആ യജമാനൻ്റെ കൂടെ ഇരിക്കാനുള്ള ഒരു സെലിബ്രേഷൻ. എത്ര പേർക്കൊരു ആഗ്രഹമുണ്ട് അന്ന് അവിടെ കർത്താവിനോട് കൂടെ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, അന്ന് കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ യജമാനൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് ആ സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അതോ നമുക്കിന്ന് ലോകത്തിലെ ഏതെങ്കിലും മന്ത്രിമാരുടെ, ലോകത്തിലെ ഏതെങ്കിലും പ്രശസ്തന്മാരുടെ കൂടെ ഇരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, അന്ന് അവിടെ അമേൻ സ്വർഗ്ഗത്തിൽ കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി വരുന്ന സമയത്ത് അവിടെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ആ സെലിബ്രേഷന് നമ്മൾ കടക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ലെന്ന്, നമ്മളായിരിക്കുന്ന മേഖല കൊണ്ട് കാര്യമില്ലെന്ന്. 3 പ്രധാനപ്പെട്ട റിവാർഡുകൾ. ഒന്നാമത്തെ റിവാർഡ് വിശ്വസ്തരായിരിക്കണം, എന്നാൽ മാത്രമേ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ വിശ്വസ്തരായാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തുള്ളൂ. നമ്മൾ വിശ്വസ്തരായാൽ മാത്രമേ നമ്മൾ ഉപവാസം ദൈവം കേൾക്കത്തുള്ളൂ. അല്ലാതെ ദൈവം എന്ത് ചെയ്യത്തില്ല? പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ടാണ് പല പ്രാർത്ഥനകളും ഇന്ന് ഉത്തരമില്ലാതെ ഇരിക്കുന്നത്. മനസ്സിലാക്കണമേ പ്രിയമുള്ളവരെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രൊമോഷൻ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രൊമോഷൻ വേണോ, അത് ഡിമോഷൻ വേണോ, താഴോട്ട് പോകണോ മുകളിലോട്ട് പോകണോ നമുക്ക് ചിന്തിക്കാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു സെലിബ്രേഷൻ ഉണ്ട്. ഇന്ന് ലോകത്ത് നമ്മൾ അനുഭവിച്ചതിന്, ഇന്ന് നമ്മൾ കടന്നു പോയതിന്, ഇന്ന് നമ്മളെ തകർന്നതിന്, ഇന്ന് നമ്മൾ ഒറ്റപ്പെട്ടതിന്, ഇന്ന് നമ്മുടെ ഏകാന്തതകൾക്ക്, ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് എല്ലാം ഒരു പ്രമോഷൻ അവിടെ ഉണ്ടെന്ന്. അതാ പൗലൂസ് പറയുന്നത്, ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രികാലം പറയാൻ പറ്റുമോ? ആ സെലിബ്രേഷന് വേണ്ടി കർത്താവേ, ഈ ലോകത്തിലെ ചെറിയ കഷ്ടങ്ങളെ സഹിക്കുവാൻ ഞാൻ തയ്യാറാ, ക്രിസ്തുവിനെ ക്രൂശെടുക്കുവാൻ ഞാൻ തയ്യാറാ. ഈ റിവാർഡുകൾ നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട മേഖലയിലൂടെ ഞാൻ കടന്നു പോകട്ടെ. പക്ഷേ ആദ്യത്തെ മാനേജർക്ക് പറ്റിയൊരു പ്രശ്നം, അതിലൂടെ ഒന്ന് നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കാൻ പോകും. നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നത് എന്തുവാ? അവര് വിശ്വസ്തരായിരിക്കുന്നു എന്നൊരു കാര്യമാണ്. ആദ്യത്തെ മാനേജർക്ക് എന്താ പറ്റിയേ? ആദ്യത്തെ മാനേജർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു തലത്തിലൂടെ കടക്കാൻ പോവാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിലൂടെയാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു കാര്യത്തിൽ ആദ്യത്തെ മാനേജർക്ക് പറ്റിയ ആ ഒരു തെറ്റ്, അത് നമ്മളും ഇന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റ്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു പദമുണ്ട്. കഴിയുമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അവിടെ പറയുന്ന നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, ഇഷ്ടം പോലെ തിന്നാം. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തും തിന്നാം, എന്നാൽ നിയന്ത്രണമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ? ആ പോയിന്റിലൂടെയാണ് ഇനി നമ്മുടെ ഏറ്റവും ഡീപ്പായുള്ള ഒരു തലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പ്രിയമുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. എന്തും തിന്നാം, എന്നാൽ എന്തുണ്ട്?
ചില നിയന്ത്രണങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എല്ലാത്തിനും സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ എല്ലാത്തിനും സ്വാതന്ത്ര്യമില്ല. ഈ ലോകത്തിലെ ആളുകളുടെ കൂടെ സംസാരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ഈ ലോകത്തിന് അനുരൂപമാകാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഈ ലോകത്തിലെ ബന്ധങ്ങളോട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ഈ ലോകത്തെ പോലെ ആകുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. വളരെ പ്രധാനപ്പെട്ട ആ ഒരു പോയിന്റ് പ്രിയമുള്ളവർ മനസ്സിലാക്കണം. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിനകത്ത് ഇപ്പോൾ ചിന്ത വരും, പിന്നെ എന്തിനാണ് ഞാൻ ക്രിസ്ത്യാനി ആയത്? ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതമാണല്ലോ എൻ്റേത്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു സെക്ഷൻ നിങ്ങളുടെ ആ ഉത്തരം സാധൂകരിക്കും. സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമുക്ക് ബെനഫിറ്റ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റെ ഓണർ നമ്മളല്ല. നമുക്കതെല്ലാം ഉപയോഗിക്കാം, ദൈവം തന്നിട്ടുണ്ട് കേട്ടോ അവകാശം. പക്ഷേ പലപ്പോഴും അതിനെ നമ്മുടെ പരിധിയിലോട്ട് കൊണ്ടുവരുന്നതാണ്, നമ്മുടെ സ്വന്തമാണെന്ന് അവകാശപ്പെടുമ്പോഴാണ് വീണ് പോകുന്നത്. ഒന്നാമത്തെ ആ പോയിന്റ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത് അടുത്തൊരു സെക്ഷനിലൂടെ വരുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കും. ഒന്ന്, സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിച്ച് എല്ലാത്തിനും സ്വാതന്ത്ര്യമില്ല. രണ്ട്, അനുഗ്രഹങ്ങൾ വരുന്നത് ചില നിയന്ത്രണത്തിലൂടെയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. പോട്ടെ, നമ്മുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്കുണ്ടല്ലോ, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ഈ വാലും തലയൊക്കെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിന് മുമ്പും ശേഷമുള്ള കാര്യങ്ങൾ എന്തുവാ? അനുഗ്രഹം 13 പറയുമ്പോൾ അതേ അധ്യായത്തിന്റെ 68 വരെയുള്ള വാക്യങ്ങളിൽ പിന്നീട് ശാപമാണ്. അതൊരു കണ്ടീഷനാണ്. ഇത് ചെയ്താൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ദൈവം വാരിക്കോരി അനുഗ്രഹിക്കുന്നവരല്ല. പക്ഷേ അമേൻസുരം ചെയ്തു സങ്കീർത്തനം പറയുന്നത് പോലെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, സത്യസന്ധമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവനും സമീപസ്ഥനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സത്യസന്ധത അതിനുണ്ടാകണം. എല്ലാവരും വിളിക്കുന്നത് പോലെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റത്തില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരും, പക്ഷെ അതിൻ്റെ അകത്ത് ചില നിയന്ത്രണങ്ങളുണ്ട്. എന്തിനാ ദൈവം ഇങ്ങനെ നിയന്ത്രണം ഇട്ടേക്കുന്നത്? എന്തിനാ പ്രിയമുള്ളവരെ ദൈവം ഇങ്ങനെ നിയന്ത്രണം ഇട്ടേക്കുന്നത്? ആ നിയന്ത്രണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്തുവാ കാണുന്നത്? ആ നിയന്ത്രണത്തിന് അപ്പുറമായിട്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പ്രിയമുള്ളവർക്ക് മനസ്സിലാവുന്ന രീതി ഞാനൊന്ന് പറയട്ടെ. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, നമ്മൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത്, നമ്മൾ രാവിലെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു അപകടം വരുമ്പോൾ അതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുന്നുണ്ട്. പക്ഷെ അതിന് തൊട്ട് മുമ്പ് നമ്മുടെ മനസ്സിൽ ചിന്ത വരും, ഇന്നത്തെ ദിവസം പറ്റ പോക്കാം, ഇന്നത്തെ ദിവസം പറ്റ അബദ്ധമാണ്. നമ്മുടെ പല ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ചിന്തയോടെ. ഇന്നത്തെ ദിവസം ആകെ പോക്കാം. എത്ര പോക്കാണെങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ ദൈവമാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് രാത്രികാലം ചിന്തിക്കണം. ജീവിതത്തിൻ്റെ അകത്ത് എത്ര വലിയ പ്രയാസത്തിലൂടെ താങ്കൾ കടന്നു പോകുന്നതെങ്കിലും ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവ നിയന്ത്രണങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിലും താങ്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്തോട്ട് വരുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ചില നിയന്ത്രണങ്ങൾ ദൈവം ഇടുന്നത് എന്തിനെന്നറിയാമോ? ആ നിയന്ത്രണമാണ്, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, അതാണ് ചില മനുഷ്യരുടെ മുന്നിൽ നമ്മുടെ മുമ്പാകെ വാതിലടയ്ക്കപ്പെടുന്നത്. അതാണ് ചില മനുഷ്യർ നമ്മുടെ കൂടെ നിന്ന് അകന്ന് മാറിപ്പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നിയന്ത്രണങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത സന്തോഷം കിട്ടുന്നത് സ്വർഗത്തിൽ നിന്നാണ്. നിയന്ത്രണങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഇതുവരെയും അനുഭവിക്കാത്ത തലത്തിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നത് അതേ സ്വർഗത്തിൽ നിന്നാണ്. ആ നിയന്ത്രണം ഉള്ളത് കൊണ്ട്, ആ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട്, ആ സാഹചര്യത്തിലൂടെ കടന്നു പോയതുകൊണ്ട്, ആ വിഷയത്തിൽ ഞാൻ അകപ്പെട്ടത് കൊണ്ട്, അപ്പോഴല്ലേ പ്രിയമുള്ളവരെ നമ്മൾ ഏറ്റവും അധികം ദൈവത്തെ തിരിച്ചറിഞ്ഞ്? നമ്മുടെ സന്തോഷാവസ്ഥയിലാണോ നമ്മുടെ സങ്കടാവസ്ഥയിലാണോ ദൈവത്തെ തിരിച്ചറിഞ്ഞ്? ഞാൻ ഏറ്റവും അധികം ദൈവത്തെ തിരിച്ചറിഞ്ഞത് ഞാൻ ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ്, ഞാൻ തകർന്ന സാഹചര്യത്തിലാണ്, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച സാഹചര്യത്തിലാണ് ഞാൻ ദൈവത്തെ ഏറ്റവും അധികം കാണുന്നതും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ചില നിയന്ത്രണങ്ങൾ നല്ലതാണ്. അടുത്തൊരു കാര്യം, ഇവിടെ മാനേജർ തീരുമാനം എടുക്കുകയല്ല, ഓണർ പറഞ്ഞ കാര്യം ഫോളോ ചെയ്യുകയാണ് വേണ്ടത്. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ക്ലാസ്സിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ആ രാജ്യത്തിലായ തീരുമാനം നമ്മളല്ല എടുക്കുന്നത്.
ആ രാജ്യത്തിലായ തീരുമാനം എടുക്കാൻ അവിടെ ഒരു രാജാവുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഏതൊക്കെയോ മേഖലകളിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ, ഈ രാത്രിക്കാലം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമുക്ക് അവിടെ ഒരു ഉദാഹരണമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷെ 11-ാം അധ്യായത്തോട് വരുന്ന സമയത്ത് മനുഷ്യൻ തൻ്റെ ഇഷ്ടത്തിന് ബാബേൽ ഗോപുരം ഉണ്ടാക്കി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ തനിക്കൊരു പേരുണ്ടാക്കാൻ വേണ്ടി നോക്കി. ഇന്ന് ഫേസ്ബുക്ക് തുറന്നാൽ നമ്മളതല്ലേ കാണുന്നത്, വാട്സപ്പ് തുറന്നാൽ നമ്മളതല്ലേ കാണുന്നത്. പ്രിയമുള്ളവർ, ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുമായിരുന്നു, എല്ലാ ദിവസവും സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് മെസ്സേജുകൾ വരും. ഇവരെല്ലാം ചെയ്യുന്ന നല്ല കാര്യമാണ്, പക്ഷെ ആരെ പ്രീതിപ്പെടുത്തുന്നത്? സ്വന്തം പേരിന് വേണ്ടിയിട്ടാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണോ കാര്യങ്ങൾ? കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോ ഒരു സഹോദരി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം സാധാരണ ഷെയർ ചെയ്യുന്ന രീതി ഷെയർ ചെയ്താണ്. സംഭവം എന്നറിയാമോ? അത് വിറ്റ് പുള്ളിക്കാരി കാശുണ്ടാക്കാനുള്ള പരിപാടി. അതുകൊണ്ട് അദ്ദേഹം ഇട്ട ഒരു കമൻറ്റ്, അദ്ദേഹത്തിന് ഇത്രയും വ്യൂസ് പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോയി, ഞാൻ എന്തോ ചെയ്യുവാന്ന്. വിശ്വാസിയാണ്, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുവാണോ നമുക്ക് ആളാകാൻ വേണ്ടിയിട്ട്? നമ്മളെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ കാണിക്കുവാണോ? അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രിക്കാലം മനസ്സിലാക്കണം, ചില നിയന്ത്രണങ്ങൾ എന്തിനാണെന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചില വിഷയത്തിന് മറുപടി കിട്ടാത്തത്? വളരെ പ്രധാനപ്പെട്ട ആ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ കിടക്കാൻ പോവുക. ഈ ഒരു പറഞ്ഞ കാര്യം ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, പക്ഷെ പ്രിയമുള്ളവർക്ക് ആ കാര്യം മനസ്സിലായെന്ന് ചിന്തിക്കുക. ഒന്ന്, എല്ലാ സ്വാതന്ത്ര്യമല്ല. ചില നിയന്ത്രണങ്ങളോടുകൂടെ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരത്തുള്ളൂ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, മാനേജർക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, ആ ഓണറിൻ്റെ തീരുമാനം അനുസരിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് എന്നൊരു കാര്യം ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. നമുക്കിവിടെ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെന്തുവാ? ട്രാഫിക് സിഗ്നൽ. നമ്മൾ എന്തിനാണ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത്? എന്തിനാണ് നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത്? ഈ ചോദ്യം ഞാൻ ഒന്നുകൂടെ മറ്റൊരു രീതി ചോദിക്കുകയാണ്. ട്രാഫിക് സിഗ്നൽ ഇല്ല എങ്കിൽ എന്താ സംഭവിക്കാൻ പോവുക? നിങ്ങൾ പറയുന്ന ഉത്തരത്തെ ഞാനത് സമയമില്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിലൊന്ന് കണക്ട് ചെയ്യട്ടെ. അപകടങ്ങൾ സംഭവിക്കും, അനർത്ഥങ്ങൾ സംഭവിക്കും. ഈ ചിത്രം നോക്കിക്കേ. ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥയാണ്. വണ്ടി ഓടിച്ചു വരുന്നവൻ അപകടത്തിലായി. ഒന്നാമത്തെ ചിത്രം, വണ്ടി ഓടിച്ചു വരുന്നവനും അപകടത്തിലാണ്, ആ റോഡിലൂടെ നടന്നു പോകുന്നവനും അപകടത്തിലാണ്. രണ്ടാമത്തെ ചിത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓർഡർ ഇല്ലാതെ കിടക്കുന്നത്. ആത്മീയ ജീവിതത്തിനകത്ത് ഏതൊക്കെയോ മേഖലകളകത്ത് ഓർഡർ തെറ്റിയാണോ ഇരിക്കുന്നത്, അടിസ്ഥാനങ്ങൾ കുലുങ്ങിയാണോ ഇരിക്കുന്നത്, ചില കാര്യങ്ങളൊക്കെ തോന്നിയ പോലെയാണോ? പ്രാർത്ഥിക്കാനൊരു മൂഡ് വരുമ്പോൾ പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കാൻ ഒരു താല്പര്യമൊക്കെ വരുവാണെങ്കിൽ വായിക്കണം, വായിക്കുവാണെങ്കിൽ സങ്കീർത്തനം വായിക്കും. നമ്മുടെ ചില തീരുമാനങ്ങളാണ്. അടുത്ത മൂന്നാമത്തെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ചിത്രത്തിനെല്ലാം ഒരു കഥയുണ്ട്, അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ കൂട്ടുമുട്ടിക്കുക. ജീവിതത്തിനകത്ത് ചില ആളുകളായിട്ട് ഇതുപോലെയല്ലേ ഇപ്പോഴത്തെ സാഹചര്യം? കൂട്ടിമുട്ടിയല്ലേ നിൽക്കുന്നത്? വലിയ അപകടത്തിലല്ലേ ആയിരിക്കുന്നത്? ബന്ധങ്ങൾ പോലും ഇന്ന് തകർന്നല്ലേ ഇരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി ആളുകൾ ഈ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായി വിളിച്ചപ്പോൾ ഇന്നലെ മാത്രം വന്ന 2 കൂടെ 2 പേരും പറഞ്ഞ കാര്യം, അവർ വിവാഹം കഴിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ അവരുടെ ആ പാർട്ട്നേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പില്ല, മറ്റൊരാളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. ഓർഡർ തെറ്റി കിടക്കുക. എന്തുകൊണ്ടാണ്? നിയന്ത്രണങ്ങളില്ലാത്തതുകൊണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ചിത്രം കണ്ടോ? ആ ലാസ്റ്റത്തെ ചിത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തോന്നിയ പോലെ കാര്യങ്ങൾ പോകുന്നത്. ജീവിതത്തിനകത്ത് അങ്ങനെയാണോ ഇന്ന് രാത്രിക്കാലം? അങ്ങനെയെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ചിരിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയം കൂടെ ഇത്. ഈ ചിത്രം കാണുമ്പോൾ ഒരു പക്ഷേ ചിരി വരാം. അവിടെ എന്തോ കാണാൻ പറ്റുന്നത്? ഒരു വേസ്റ്റ് കൊട്ട. അവിടെ എന്തോ ഇടുന്നത്? ആ കയ്യിലിരിക്കുന്ന സാധനം എന്തോ? കോളിഫ്ലവർ അല്ല, അതെന്തോ സംഭവം? ബ്രെയിൻ. പലരുടെ ബ്രെയിൻ എന്ന് എവിടെ കിടക്കുന്നത്? വേസ്റ്റ് കൊട്ടേ കിടക്കുക. എന്നിട്ട് തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
എന്നിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എവിടെ കിടക്കുന്നേ? വേസ്റ്റ് കൊട്ടേ കിടക്കുക. നമ്മുടെ ജീവിതം ഇതുപോലെ വേസ്റ്റ് കൊട്ടേ കിടക്കുന്നത് കൊണ്ടാണ് നാറ്റം വഹിക്കുന്നത്. ഇതുപോലെ ഓർഡർ ഇല്ലാതെ കിടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്നത്, സകല പ്രതീക്ഷകളും പോകുന്നത്. അവൻ്റെ ആ ബ്രെയിൻ എന്ത് ചെയ്യുക? വേസ്റ്റ് കൊട്ടയിലോട്ട് ഇടുക. ഇവിടെ നിന്ന് ഞാനൊരു കാര്യം കൈമാറട്ടെ. നമ്മൾ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വീണ് പോയിട്ടില്ലേ? ചില പ്രത്യേക മേഖലകളൊക്കെ നമ്മളിങ്ങനെ കുടുങ്ങി പോയിട്ടില്ലേ? ചില മേഖലകൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ലേ? ഓർഡർ തെറ്റിയതുകൊണ്ടാണ്. വളരെ വ്യക്തമായ വചനം പറയുന്ന കാര്യമുണ്ട്. ദൈവം ഓർഡറിൻ്റെ ദൈവമാണ്. ദൈവം കാര്യങ്ങളെ ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ്. ഓർഡർ തെറ്റിയ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകത്തില്ല. തോന്നി പോലെ നടന്ന അനുഗ്രഹം ഉണ്ടാകത്തില്ലെന്ന്, ആർക്കോ വേണ്ടി ജീവിച്ച അനുഗ്രഹം ഉണ്ടാകത്തില്ലെന്ന്, അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരോട് ഈ രാത്രികാലം വളരെ വ്യക്തമായി ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിനകത്ത് ഓർഡർ ഉണ്ടാകണം. ഇനി മറ്റൊരു ചിത്രം ഞാൻ കാണിച്ചു തരാം. എന്താണ് ട്രാഫിക് റൂളിൻ്റെ പ്രത്യേകത? ട്രാഫിക് റൂളിൻ്റെ പ്രത്യേകത എന്തോ പ്രിയമുള്ളവരെ? അവിടെ നമുക്ക് ഒന്നാമത്തെ ചിത്രത്തിൽ കാണാൻ പറ്റും. അവിടെ എന്താണ് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. ചില വാഹനങ്ങൾ നിന്നിട്ടുണ്ട്, ചില ആളുകൾ നടന്നു പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ഓർഡർ ഉണ്ട്. ദൈവം കൺട്രോൾ ചെയ്യുന്ന ജീവിതത്തിൻ്റെ പ്രത്യേകത ഇതുപോലെ ചില പ്രത്യേകമായ മേഖലകളിൽ സ്റ്റക്കായിരിക്കും. പക്ഷെ എപ്പോഴും സ്റ്റക്കല്ല. അപ്പുറം നമുക്ക് ആദ്യം താഴെ കാണുന്ന ഫോട്ടോ, അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ട്. ആ ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ ചിലയിടത്ത് പാസ് ചെയ്യാൻ പറ്റും. ജീവിതത്തിൻ്റെ ചില പ്രത്യേകമായ മേഖലകളിൽ നിന്ന് സ്റ്റക്കായിരിക്കുന്ന പ്രിയമുള്ളവരോട്, ജീവിതത്തിൻ്റെ ചില പ്രത്യേക മേഖലകളിൽ ഇനി അനുഗ്രഹിക്കപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ളവരോട്, ജീവിതത്തിൻ്റെ ചില പ്രത്യേക മേഖലകളിൽ എപ്പോഴും റെഡ് അല്ല കേട്ടോ, അതിനപ്പുറമായിട്ടൊരു പച്ചയുണ്ട്, അതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്, അതിനപ്പുറമായ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഇനി വചനത്തിലൂടെ തന്നെ ഈ കാര്യത്തിൽ നിന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലൂടെ വരുന്നതിന് തൊട്ടു മുമ്പ് 7-ാം അധ്യായത്തിൽ നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കയറി, വാതിലടഞ്ഞു. ലോകം മൊത്തം പറഞ്ഞു നോഹയും കുടുംബവും പുറത്തു വരത്തില്ല, സാധ്യതയില്ല. മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെ മരിച്ചുപോയി. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ 8-ാം അധ്യായത്തിൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിരിക്കുന്നു. ഒരു പച്ച ഒലിവ് ഇലയുമായിട്ട് ആ പ്രാവ് മടങ്ങി വന്നു. ആ പച്ച എന്തിനെ കാണിക്കുന്നതെന്ന് അറിയാമോ? ജീവിതത്തെ കാണിക്കുകയാ. തകർന്ന ജീവിതം, അവസാനിച്ചു എന്ന് പറഞ്ഞ ജീവിതം, ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ജീവിതം, ആ പച്ച ഒലിവ് ഇല കാണിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പച്ച ലൈറ്റ് കത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എപ്പോഴും റെഡിൻ്റെ അകത്ത് തന്നെ നിൽക്കത്തില്ല, എപ്പോഴും കഷ്ടതയിൽ തന്നെ നിൽക്കത്തില്ല, എപ്പോഴും തകർച്ചയിൽ തന്നെ നിൽക്കത്തില്ല, എപ്പോഴും പ്രശ്നങ്ങളിലൂടെ മാത്രം കടന്നു പോകത്തില്ല, എപ്പോഴും കരച്ചിൽ മാത്രം ഉണ്ടാകത്തില്ല, എപ്പോഴും തളർച്ച മാത്രം ഉണ്ടാകത്തില്ല, എപ്പോഴും ഒറ്റപ്പെടൽ മാത്രം ഉണ്ടാകത്തില്ല, എപ്പോഴും നിശബ്ദത മാത്രം ഉണ്ടാകത്തില്ല. അതിനപ്പുറമായിട്ടൊരു പച്ച ഒലിവ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, വചനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. കഴിഞ്ഞ ഏകദേശം 300 ദിവസമായിട്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂമി, ഈ ഭൂമിയിൽ എവിടെയാ പച്ചപ്പ് വരുക? ജീവിതത്തിൻ്റെ അകത്ത് ഇന്ന് രാത്രികാലം ഏതൊക്കെയോ മേഖലകളുടെ അകത്ത് ഇനി ദൈവം എന്നെ അനുഗ്രഹിക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ളവരോട്, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ളവരോട്, എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ളവരോട്, താങ്കളുടെ കുടുംബത്തെ ഓർഡറിലാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തെ ഓർഡറിലാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. താങ്കളുടെ ശുശ്രൂഷയെ ഓർഡറിലാക്കുവാൻ ദൈവത്തിന് കഴിയും. ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് ട്രാഫിക് സിഗ്നൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ പയ്യെ പോകണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ പലരും ഓടിപ്പോയിട്ട് അവർ അപകടത്തിൽ പോയിട്ട് വീഴുമ്പോൾ നമ്മൾ ആ അപകടത്തിൽ വീഴാത്ത എന്തുകൊണ്ടെന്നറിയാമോ? നമുക്ക് മുമ്പേ ഒത്തിരി ആളുകൾ മരണപ്പെട്ടത് എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഇന്ന് നമ്മളിൽ എത്ര പേരുടെ പേരിൻ്റെ കൂടെ ചരമകോളത്തിൽ നമ്മുടെ പേരുകൾ വരാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാ? നമ്മുടെ മുമ്പേ പലരും പോയിട്ടുണ്ടാകും. നമ്മുടെ സമപ്രായക്കാർ നല്ല ജോലിയിലോട്ട് പോയിട്ടുണ്ടാകും. നമ്മുടെ സമപ്രായക്കാർക്ക് നല്ല ഭാവി കിട്ടിയിട്ടുണ്ടാകും. അവരെ കണ്ട് കമ്പയർ ചെയ്യരുത്. അവരെ പോലെയല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. അവരെ പോലെയല്ല ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായിട്ട് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം പച്ച ലൈറ്റ് കാത്തുന്ന ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ആ കാര്യം ഒന്നുകൂടെ പറയാൻ പറ്റുമോ? താണിരിക്കാൻ തയ്യാറാ.
അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുവാൻ തയ്യാറാ. യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് രാത്രികാലം ഏതനുഗ്രഹം എന്നറിയാമോ? അമീൻ ചെയ്തു ഈ ഭൂമിയിലെ കേവലം ഏതെങ്കിലും അനുഗ്രഹമല്ല പ്രിയമുള്ളവരെ, നിത്യതയിൽ കർത്താവിനോടുകൂടെ കാണുവാൻ വേണ്ടിയിട്ട്. കർത്താവ്, ഇന്നത്തെ കഷ്ടങ്ങളെ കാത്തിരിക്കുവാൻ ഞാൻ തയ്യാറാ, ഇന്നത്തെ ചോദ്യങ്ങളെ കാത്തിരിക്കുവാൻ ഞാൻ തയ്യാറാ, ഇന്നത്തെ വേദനകളെ കാത്തിരിക്കുവാൻ ഞാൻ തയ്യാറാ. പറയുവാൻ കഴിയണം പ്രിയമുള്ളവരെ, അതിനൊരു പ്രാഗൽഭ്യം ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ലാസ്റ്റ് ക്ലാസിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കേട്ടു, ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ കൂടെ പണം ഉണ്ടായത് കൊണ്ടല്ല, നമ്മുടെ കൂടെ കാറുകളോ വീടുകളോ ഉള്ളത് കൊണ്ടല്ല, മനസ്സമാധാനത്തോടു കൂടിയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെങ്കിൽ ആ അപ്പനോട് പറയണം, അപ്പ ഇതാണ് എൻ്റെ വിഷയം, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, നീ എന്നെ വിടുവിച്ചിട്ടല്ലാതെ, നീ എൻ്റെ വിഷയത്തിനകത്ത് പ്രവർത്തിച്ചിട്ടല്ലാതെ തല കുനിക്കാൻ ഇടവരുത്തരുത്. ജീവിതത്തിനകത്ത് ചില സമയത്ത് നിന്നുപോയ ക്ലോക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ക്ലോക്ക് സമയം തെറ്റിയതാണെങ്കിലും യഥാർത്ഥമായ ഒരു സമയം വരുന്നത് വരെ 2 തവണ അതിൽ ശരിയായ സമയം കാണിക്കും. ജീവിതത്തിൽ ഏതെങ്കിലും മേഖല നിന്നുപോയ പ്രിയമുള്ളവരോട് കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു ആവശ്യമുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് നിയമങ്ങളും എന്തുകൊണ്ടാണ് പരിമിതികളും ജീവിതത്തിൽ വന്നതെന്ന്? ഒരു നാഷണൽ ഹൈവേയിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അടിച്ചു വിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ട്രാഫിക് സിഗ്നൽ വന്നു. നമ്മൾ നിർത്തിയില്ലേ, എന്ത് വരും? അവിടെ അടിച്ച് ഇടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിൽ സ്മൂത്തായി പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ട്രാഫിക് സിഗ്നൽ വരുന്നത്. അതുകൊണ്ട് ആ സ്മൂത്തായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് ജീവിതത്തിൻ്റെ അകത്ത് വലിയ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടേണിങ്ങിലൂടെ ദൈവം നയിക്കുന്നത്. ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിവിടെ കാണുന്നൊരു കാര്യമുണ്ട്, ബൈബിളിലെ ആദ്യത്തെ പാപം ഭക്ഷണം കഴിച്ചതല്ല. ബൈബിളിലെ ആദ്യത്തെ പാപം എന്ന് പറയുന്നത് ദൈവം ഏൽപ്പിച്ച കാര്യത്തെ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റാത്തതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവം പല കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മിസ്മാനേജ്മെൻ്റ് ആണോ ഇന്ന് രാത്രികാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ അത് പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, പാപം പ്രവേശിച്ചത് പാമ്പ് വന്നതുകൊണ്ടല്ല, അവരുടെ മാനേജ്മെൻറ്റ് തെറ്റായതുകൊണ്ടാണ്. ചിലയിടത്ത് ചില മാനേജ്മെൻറ്റ് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും, ചിലയിടത്ത് ചില മാനേജ്മെൻറ്റ് ഭയങ്കര വീക്കായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? മാനേജ്മെൻറ്റ് തെറ്റാണെങ്കിൽ തോറ്റു പോകുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ഇന്ന് പലരുടെയും കയ്യിൽ പണമുണ്ട്, പലർക്കും പണമുണ്ട്, അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയത്തില്ല. ആ പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ല. ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തെ എങ്ങനെ ആ ഒരു രീതിയിൽ മാനേജ് ചെയ്യണമെന്നൊന്നും പലർക്കും അറിയത്തില്ല. ദൈവം ഒത്തിരി ടാലൻറ്റ് തന്നിട്ടില്ലേ? ദൈവം ഒത്തിരി കഴിവുകൾ തന്നിട്ടില്ലേ? ദൈവം ഒത്തിരി വ്യത്യസ്തമായ യുണീക്കായിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങളും തന്നിട്ടില്ലേ? ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ ഇന്ന് അതൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റാരെങ്കിലും ആണോ? നമ്മളെ ഏൽപ്പിച്ച കാര്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, അത് പിശാച് വന്ന് മാനേജ് ചെയ്യുമ്പോൾ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതയാണ്, വർക്കേഴ്സ് നന്നായിട്ട് മാനേജ് ചെയ്താൽ അവിടെ ഓണർക്കൊരു സന്തോഷമാണ്. നമ്മുടെ ഓണർ ആഗ്രഹിക്കുക എന്ത്? നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം, നമ്മൾ ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആദ്യ കൽപ്പനയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രികാലം ഇതിൻ്റെ അവസാന ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടുത്ത ക്ലാസ്സുകൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യത്തെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ വേല ചെയ്താലേ നമുക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വേല ചെയ്യണം. വേല ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, വേല ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ആദ്യത്തെ പടിയാണ് വേല ചെയ്യുക, അല്ലെങ്കിൽ ചിലതിനെ സൂക്ഷിക്കുക. ആ വാക്യത്തെ ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ പറ്റുമോ? കർത്താവ്, ഞാൻ വീണു പോകല്ലേ, കർത്താവ് ഞാൻ തകർന്നു പോകല്ലേ, കർത്താവ് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ കഴിയട്ടെ. നമ്മളെ തന്നെ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റും. എന്നിട്ട്
അവിടെ ഈഡൻ ഗാർഡനിൽ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ ദൈവം ഒരിക്കലും പണം കൊടുത്തില്ല. പക്ഷെ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. മാനേജ് ചെയ്യാൻ അവർ മറന്നുപോയി. ഞാൻ ഇവിടെ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവം നമുക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രികാലം എൻ്റെ പ്രിയമുള്ള ഈ ക്ലാസ്സിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിനകത്ത് പണമില്ല എങ്കിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ ഈ രാത്രികാലം മനസ്സിലാക്കണം. ഏതൊക്കെയോ മേഖലകളുടെ അകത്ത് തകർന്നിരിക്കുമ്പോൾ, ഏതൊക്കെയോ മേഖലകളുടെ അകത്ത് ഏൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ തിരിച്ചു വരേണ്ടത്. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മൾ ഏൽപ്പിച്ച ആ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ എടുക്കും. ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്നത്, ദൈവം ഏത് നിലവാരത്തിലാണ് ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഈ രാത്രികാലം കേട്ട കാര്യങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. നമുക്കൊരു പർപ്പസ് ഉണ്ട്, നമുക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ദൈവം വിളിച്ചു വേർതിരിക്കുന്നു. സഭ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടിട്ടുള്ള കൂട്ടം. അങ്ങനെയെങ്കിൽ ആ കൂട്ടത്തിൻ്റെ മുമ്പാകെ എന്നെയും താങ്കളെയും ദൈവം ഇന്ന് കാണുന്നുവെങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മളിവിടെ ഈ മീറ്റിങ്ങിൽ കയറുന്നതിന് മുമ്പ്, നമ്മളായിരിക്കുന്ന ഈ ലോകത്ത്, നമ്മളായിരിക്കുന്ന ഈ ഇന്ത്യയിൽ, നമ്മളായിരിക്കുന്ന സംസ്ഥാനത്ത്, നമ്മളായിരിക്കുന്ന ദേശത്ത് തന്നെ നമ്മൾ ജനിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് ഇന്ന കളറിൽ, ഇന്ന പേരിൽ, ഇന്ന വ്യക്തിയായി, ഇന്ന വ്യക്തിയുടെ മകളായി അല്ലെങ്കിൽ മകനായി എന്നുള്ള രീതിയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ അകത്തൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഈ രാത്രികാലം തിരിച്ചറിയണം, എനിക്കൊരു ഉദ്ദേശമുണ്ട്. അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം ഈ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം നമ്മുടെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി തോറ്റു പോകുവാനുള്ള സമയമില്ല, എനിക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. കർത്താവിന് വേണ്ടി അധ്വാനിക്കേണ്ട സമയമാണ്, സമ്പാദിക്കേണ്ട സമയമല്ലിത്. കർത്താവ് ഏൽപ്പിച്ച ചില കാര്യങ്ങളെ സൂക്ഷിക്കുവാനുള്ള സമയമാണ്. കർത്താവ് ഏൽപ്പിച്ച ചില കാര്യങ്ങളെ നിലനിർത്തുവാനുള്ള സമയമാണ്. കർത്താവ് ഏൽപ്പിച്ച ചിലതിന് വേണ്ടിയിട്ട് അധികമായി അധ്വാനിക്കേണ്ട സമയമാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് 3 റിവാർഡുകൾ കിട്ടും. 1, ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യും. 2, എനിക്കൊരു പ്രൊമോഷൻ കിട്ടും. 3-മതായിട്ട് ദൈവം എനിക്കൊരു സെലിബ്രേഷൻ ഒരുക്കും. അന്ന് ഞാനും എൻ്റെ യേശു കർത്താവും അവിടെ ഭക്ഷണം കഴിക്കും. ഇന്ന് രാത്രികാലം ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇതൊരു ഇൻവിറ്റേഷനാണ്. ഈ ഇൻവിറ്റേഷൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെച്ചുകൊണ്ട് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് അനുവദിച്ചാൽ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് കാണാം. പ്രിയമുള്ളവർ, ആരെങ്കിലും ഒരാൾ ഈ സമയത്ത് സെക്ഷൻ